ഈ ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്കിങ്ങിന്റെ ബ്രീഫ് ഇൻട്രൊഡക്ഷനും അതേപോലെ ദി ഫങ്ഷൻസ് ഓഫ് RBI, അതേപോലെ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, അങ്ങനെയുള്ള ബേസിക് തിങ്സ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബിഫോർ മൂവിങ് ഓൺ ടു ദി ഡിസ്കഷൻ, ജസ്റ്റ് ആ സിലബസ് ഒന്ന് മനസ്സിലാക്കിയേക്കുക. ബാങ്കിങ്ങിന്റെ സിലബസ് എടുക്കുകയാണെങ്കിൽ അതിൽ വരുന്ന മേജർ ടോപ്പിക്സ് ഇതെല്ലാമാണ്. ആദ്യമായി ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബേസിക് ലെവലിലുള്ള എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും പറ്റി ഒരു ബേസിക് അവയർനെസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ കൊണ്ട് UGC ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ബാങ്കിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ബാങ്കിങ് ഏരിയാസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ബിക്കോസ് നമ്മൾ കൊമേഴ്സ് ആസ്പിരൻസ് എന്നുള്ള രീതിയിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് തിങ്സ് എല്ലാം അറിഞ്ഞിരിക്കണം. ദെൻ ടൈപ്സ് ഓഫ് ബാങ്ക്സ്, their functions, Reserve Bank of India, NABARD and rural banking, banking sector reforms in India, NPA, non-performing assets കളെ പറ്റി, capital adequacy norms, then e-banking, development banking, ഇത്രയും ഏരിയാസ് ആണ് ആക്ച്വലി സിലബസ് പ്രകാരം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ഇന്നത്തെ നമ്മൾ ഡിസ്കഷൻ ബേസിക്സ് ആണ്. വിൽ സ്റ്റാർട്ട് ഫ്രം ബാങ്കിങ്. ബാങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്കോർഡിംഗ് ടു ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഓഫ് 1949, ബാങ്കിങ് ഈസ് അക്സെപ്റ്റിംഗ് ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെന്റ്. സോ ഡിവൈഡ് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുക പല പാർട്ടായിട്ട് ഈ ഡെഫിനിഷനെ ഈസി അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി. സോ ബാങ്കിങ് കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്സെപ്റ്റിംഗ് ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ആ ഒരു എമൗണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നു എന്തിനു വേണ്ടി? either for lending or for investment. Then ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഓഫ് മണി ഫ്രം പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ഈ തരത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നു. അത് ഒന്നെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റ് ഇൻഡിവിജ്വൽസിന് ലെൻഡ് ചെയ്യുന്നു. റീപേബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ് ഓർ വിഡ്രോവബിൾ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ്. ഈ പറയുന്ന ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത് വിഡ്രോവബിൾ ആവുന്ന, റീപേബിൾ ആവുന്ന സിറ്റുവേഷൻസ് നോർമലി ഡിമാൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ മെച്യൂരിറ്റി ടൈം ആകുമ്പോൾ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മീൻസ് വഴി. സോ നോർമലി ഇതെല്ലാം റീപേ ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ചെക്സ്, ഡ്രാഫ്റ്റ്, ഓർഡർ, അതേപോലെ എനി അതർ വേ. ഈ രീതിയിൽ ഈ രീതിയിൽ ഡീൽ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ ബാങ്ക് എന്ന് വിളിക്കുന്നത്. സോ ദി ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ എ ബാങ്ക് ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ഇസ് ദാറ്റ് ബാങ്ക്സ് ക്യാൻ ഇഷ്യൂ ചെക്ക് ബാങ്കിന് ഇഷ്യൂ ചെയ്യാൻ പറ്റും. അതേപോലെ സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റും ബാങ്കിലും മാത്രമേ സാധിക്കൂ. ഇത് രണ്ടുമാണ് ഒരു ബാങ്കിങ് കമ്പനിയെ NBFCയിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന മേജർ ഫാക്ടേഴ്സ്. സോ ലെറ്റ്സ് കണ്ടിന്യൂ അവർ ഡിസ്കഷൻ. ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് മേജർ ആക്ടുകളാണ് നമ്മുടെ പെർവ്യൂവിലുള്ളത്. ഒന്നാമത്തെ ആക്ട് RBI ആക്ട് ഓഫ് 1934, രണ്ടാമത്തെ ആക്ട് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ഇത് രണ്ടും ഇന്ത്യയിലെ ബാങ്കിങ് സിസ്റ്റത്തെ ഗവേൺ ചെയ്യാൻ വേണ്ടി പാസ്സാക്കിയ രണ്ട് മേജർ ആക്ടുകളാണ്. ബിഫോർ ദാറ്റ് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തെ പറ്റി നമ്മൾ ലാസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തു. ഇതിൽ വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഓർക്കുക, ഒരു ഹിസ്റ്ററി നോക്കാൻ വേണ്ടി മാത്രം. ഏറ്റവും ആദ്യത്തെ ബാങ്ക് അത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. 1770 സ്റ്റാർട്ട് ചെയ്ത ബാങ്ക് ആയിരുന്നു. അതിനുശേഷം 1786 ഗ്രേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ രണ്ട് ബാങ്കിനും മോഡേൺ ബാങ്കിങ് എന്നുള്ള രീതിയിൽ, മോഡേൺ ബാങ്ക്സ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ ബാങ്കുകളാണെങ്കിലും കൂടുതൽ നാൾ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ക്രെഡിറ്റ് വർത്തിനെസ് ആയിരുന്നു മേജർ ഇഷ്യൂ. അതിനുശേഷം 1800 ബിഗിനിങ്ങിൽ തന്നെ 1806 ആദ്യത്തെ പ്രസിഡൻസി ബാങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ദാറ്റ് വാസ് പ്രസിഡൻസി ബാങ്ക് ഓഫ് കൽക്കട്ട എന്നുള്ള പേരിലാണ് ആദ്യം ക്രിയേറ്റ് ചെയ്തത്. അത് 1809 ആയപ്പോൾ ബാങ്ക് ഓഫ് ബംഗാൾ ആക്കി മാറ്റി. ദെൻ 1940 ബാങ്ക് ഓഫ് ബോംബെയും 1943 ബാങ്ക് ഓഫ് മദ്രാസും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഈ മൂന്ന് ബാങ്കുകളെയാണ് പ്രസിഡൻസി ബാങ്ക്സ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. ഈ മൂന്ന് ബാങ്കുകളാണ്. ദെൻ ഈ മൂന്ന് പ്രസിഡൻസി ബാങ്കുകൾ 1921 മെർജ് ചെയ്തുകൊണ്ട് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ക്രിയേറ്റ് ചെയ്യുന്നു. 1921 അത് സംഭവിക്കുന്നത്. ദെൻ അതിനുശേഷം 1947 ഇൻഡിപെൻഡൻസിന് ശേഷം ബാങ്കിങ്ങിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ആക്ട് പാസ്സാക്കി, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഓഫ് 1949. സോ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഓഫ് 1949 പാസ്സാക്കിയതിനു ശേഷം SBI ആയി ഈ പറഞ്ഞ ഇംപീരിയൽ ബാങ്കിനെ മാറ്റുന്നു. ദാറ്റ് വാസ് ഇൻ 1955. 1955 ഈ പറഞ്ഞ 1921 ഇംപീരിയൽ ബാങ്ക് എന്ന പേര് മാറ്റിയ പ്രസിഡൻസി ബാങ്കിനെ 1955 ആയപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ്
ഇന്ത്യയാക്കി മാറ്റുന്നു. 1959 ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് അസോസിയേറ്റ് ബാങ്ക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, 7 അസോസിയേറ്റ് ബാങ്ക്സ് ആണ് അത് പ്രകാരം ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. ദെൻ 1959 കഴിഞ്ഞാൽ പിന്നീട് ബാങ്കിങ് ഏരിയയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇയർ എന്ന് പറയുന്നത് 1969 ആണ്. 1969 ഇന്ത്യയിൽ ആദ്യമായിട്ട് നാഷണലൈസേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഹാപ്പൻ ചെയ്യുന്നത്. പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകൾ സ്ഥിരമായിട്ട് പ്രൈവറ്റ് പാർട്ടിയുടെ കയ്യിലിരിക്കുന്നത് കൊണ്ട് തന്നെ സ്ഥിരമായിട്ട് പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. വിശ്വസ്തതയില്ലാത്ത ഒരു സിറ്റുവേഷൻ. സോ ഈ ഒരു പ്രോബ്ലം ഇല്ലാതെയാക്കാൻ വേണ്ടി ബാങ്കുകളെ, പ്രൈവറ്റ് പാർട്ടീസിന്റെ കയ്യിലിരിക്കുന്ന ബാങ്കുകളെയൊക്കെ പതുക്കെ ഗവൺമെന്റ് ഏറ്റെടുക്കാൻ തുടങ്ങി. സോ ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു സോഷ്യലിസം ഇൻ ദി കൺസെപ്റ്റ് ദാറ്റ് സോഷ്യലിസം കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. പ്രൈവറ്റ് ഓണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യരുത്, പബ്ലിക് ഓണർഷിപ്പിലേക്ക് പ്രൊമോട്ട് ചെയ്യുക, പബ്ലിക് ഓണർഷിപ്പ് ഫേവർ ചെയ്യുക എന്നുള്ള കൺസെപ്റ്റ് ആണ് ആക്ച്വലി സോഷ്യലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇന്ത്യ സോഷ്യലിസ്റ്റ് ലൈൻസിലായിരുന്നു ഫ്രം 1947 to 1991. അതിന്റെ എവിഡൻസ് ആയിട്ടാണ് 1969 ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് നാഷണലൈസേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആദ്യമായിട്ട് ചെയ്യുന്നത്. ദാറ്റ് വാസ് അറ്റ് ദാറ്റ് ടൈം 14 കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വെർ നാഷണലൈസ്ഡ്. ദെൻ പിന്നീട് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് വന്നപ്പോൾ 1980 ഓക്കെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ വീണ്ടും നാഷണലൈസ് ചെയ്യുന്നു. അത് പ്രകാരം 6 കൊമേഴ്ഷ്യൽ ബാങ്കുകളെയാണ് രണ്ടാമത്തെ ലെവലിൽ നാഷണലൈസ് ചെയ്തത്. സോ ടോട്ടൽ 20 കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആവുന്നു, 20 നാഷണലൈസ്ഡ് ബാങ്ക്സ് ആവുന്നു. ഈ 20 നാഷണലൈസ്ഡ് ബാങ്ക്സിൽ നിന്നും ഒരു ബാങ്ക്, ന്യൂ ഇന്ത്യ ബാങ്ക് ആണ്, ആ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ട് മെർജ് ചെയ്യപ്പെടുന്നു 1993. അതിനുശേഷം നിലവിൽ നോക്കുമ്പോൾ there are 19 നാഷണലൈസ്ഡ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. 2013 എത്തുമ്പോൾ SBIയിലെ അസോസിയേറ്റ് ബാങ്ക്സിനെ എല്ലാം മെർജ് ചെയ്ത് SBI എന്ന് പറയുന്ന ഒറ്റ ബാങ്ക് ആയിട്ട് നിലനിൽക്കാൻ തീരുമാനിക്കുന്നു. സോ SBI അസോസിയേറ്റ് 1959 ക്രിയേറ്റ് ചെയ്തതാണ്. അത് 2013 കൂടി ഇല്ലാതെയായി. SBI മാത്രം ഒറ്റ ബാങ്ക് ആയിട്ട് നിലനിൽക്കാൻ തീരുമാനിച്ചു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് ഇനീഷ്യലി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ബാങ്കിങ് SBIയുമായി മെർജ് ചെയ്ത ടൈമിൽ SBI അസോസിയേറ്റ് അല്ലാത്ത ഒരു ബാങ്കിനെ കൂടി മെർജ് ചെയ്യുകയുണ്ടായി. ആ ബാങ്കാണ് മഹിളാ ബാങ്ക്. ഓക്കെ, ഇത്രയും കേസുകൾ നമ്മൾ ജനറൽ ബാക്ക്ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവല്യൂഷൻ ഓഫ് ബാങ്ക്സുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. ഈ റീസെന്റ് ടൈംസ് വരെ ബാങ്കിങ് സെക്ടറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. ഓക്കെ, സോ ആസ് വി സെഡ്, ബാങ്കിങ്ങിന്റെ ഒരു ബ്രീഫ് ഞാനിപ്പോൾ നിങ്ങൾക്ക് തന്നു. അതിനുശേഷം ബാങ്കിങ്ങിന്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ കണ്ടു. അതുകൂടാതെ 2 മേജർ ആക്ടുകളെയും പറ്റിയും നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഈ 1934 ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു റെസ്പോൺസിബിൾ ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള അജണ്ടയോടുകൂടി 1935 ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കിയിരുന്നു. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പെർവ്യൂവിൽ റിസർവ് ബാങ്കിനെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 തന്നെ പാസ്സാക്കിയത്. ഓക്കെ, ദാറ്റ് ഈസ് ഇറലവന്റ് ഫോർ us. എനിവേ, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ബേസിക് ബാക്ക്ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട്? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. Okay, so let's see the structure of banks in India. ഇന്ത്യൻ ബാങ്ക്സ്, ഇന്ത്യയിലെ ബാങ്കുകൾ എടുക്കുകയാണെങ്കിൽ RBIയുടെ കീഴിലുള്ള ബാങ്കുകളെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏറ്റവും ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. ബേസിക് പർപ്പസ് കൊമേഴ്സ് ആയിരിക്കും. ദെൻ രണ്ടാമത്തെ കാറ്റഗറി കോപ്പറേറ്റീവ് ബാങ്ക്സ്, വെൽഫെയറിന് വേണ്ടി. മൂന്നാമത്തെ കാറ്റഗറി ഡെവലപ്മെന്റൽ ബാങ്ക്സ്. ഡെവലപ്മെന്റ് ബാങ്ക്സ് എന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ട്. അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ബാങ്ക്സ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഉണ്ട്, അതേപോലെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡെവലപ്മെന്റ് ബാങ്ക്സ് ഉണ്ട്. ഇവയെല്ലാം ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. സോ 3 തരത്തിലുള്ള ബാങ്ക്സ് ആയിട്ട് നമുക്ക് ടോട്ടൽ ബാങ്കിങ് സ്ട്രക്ചർ ഇൻ ഇന്ത്യയെ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ കാറ്റഗറി കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ദെൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് ഫൈനലി ഡെവലപ്മെന്റൽ ബാങ്ക്സ്. സോ ഈ കോപ്പറേറ്റീവ് ബാങ്ക്സിനെ നമുക്ക് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആയിട്ടും നാഷണലൈസ്ഡ് ബാങ്ക്സ് ആക്കിയും നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതേപോലെ ഷെഡ്യൂൾഡ് ആൻഡ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്നുള്ള രീതിയിലും ഡിവൈഡ് ചെയ്യാം. ഇവന്തോ റെലവന്റ് ഈസ് ജസ്റ്റ് ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് അറിയാം, അതേപോലെ നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് അറിയാം, പ്രൈവറ്റ് ബാങ്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് അറിയാം. ഇത് മൂന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ആദ്യമായി. ഷെഡ്യൂൾഡ് ബാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് RBI ആക്ടിന്റെ 2nd ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന
ഏതൊരു ബാങ്കും ഷെഡ്യൂൾഡ് ബാങ്കാണ്. ലെറ്റ് മി റിപ്പീറ്റ്. RBI ആക്ട് പ്രകാരം സെക്കൻഡ് ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏതൊരു ബാങ്കിനെയും നമുക്ക് ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് വിളിക്കാം. അതേപോലെ നാഷണലൈസ്ഡ് ബാങ്ക്സിന്റെ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പ്രൈവറ്റ് ബാങ്ക്സ് ആയിരുന്ന ബാങ്കുകളെ ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഡ്യൂറിങ് അവർ ലൈസൻസ് രാജ് പീരീഡ്. That happened twice in our history. That was in 1969 and 1980. ഈ 2 വർഷങ്ങളിലാണ് പ്രധാനമായിട്ട് നാഷണലൈസേഷൻ നടന്നത്. ഈവൻ ദോ വി ക്യാൻ സേ SBIയുടെ കേസും നാഷണലൈസേഷൻ ആണെന്ന് നമുക്ക് പറയാം, ഈവൻ ദോ ഇറ്റ് വാസ് എ ബാങ്ക് അണ്ടർ ബ്രിട്ടീഷ് ഇറ്റ്സെൽഫ്. അതുകൊണ്ട് അത്രയും പറയുന്നത് ശരിയല്ല. ഈവൻ ദോ ഒരു നാഷണലൈസ് ഫേസ് തന്നെയാണ് SBIയുടെ കേസിൽ നമ്മൾ കണ്ടത്. സോ 2 മേജർ നാഷണലൈസേഷൻ ആണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഒന്ന് 1969-ലും then 1980. നിലവിലെ നമ്പർ നോക്കുകയാണെങ്കിൽ there are 19 nationalized banks in India. അടുത്തതായി പ്രൈവറ്റ് ബാങ്ക്സ്. The concept itself states that any bank which is other than a government bank or nationalized bank, ഗവൺമെന്റ് ബാങ്കോ നാഷണലൈസ്ഡ് ബാങ്ക്സോ അല്ലാത്ത ടൈപ്പ് ഓഫ് ബാങ്ക്സിനെയാണ്, അല്ലാത്ത ടൈപ്പ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെയാണ് നമ്മൾ പ്രൈവറ്റ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മേജർ ഷെയർ ഹെൽഡ് ചെയ്യുന്നത്, മേജർ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് പ്രൈവറ്റ് പാർട്ടി ആയിരിക്കും. ഓക്കെ, ദെൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന രണ്ടാമത്തെ കാറ്റഗറിയാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. കോപ്പറേറ്റീവ് ബാങ്ക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ ദി പൂവർ ആൻഡ് ഫോർ ദി വെൽഫെയർ ഓഫ് പീപ്പിൾ എന്നുള്ള കൺസെപ്റ്റ് ആണ് അതിനകത്ത് വരുന്നത്. പീപ്പിളിന്റെ വെൽഫെയറിന് വേണ്ടി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബാങ്ക്സ്. ഇവിടെ ഷോർട്ട് ടൈം ആണ് മേജർ ഏരിയ ഓഫ് കൺസേൺ, ഈവൻ ദോ ലോങ് ടൈം ഫിനാൻഷ്യൽ ആസ്പെക്ട്സും ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഷോർട്ട് ടൈം ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട് വരുന്നത് അഗ്രികൾച്ചർ ക്രെഡിറ്റും അർബൻ ക്രെഡിറ്റും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ വെൻ ഇറ്റ് കംസ് ടു ഡെവലപ്മെന്റ് ബാങ്ക്, ദാറ്റ് ഐ ഓൾറെഡി ടോൾഡ് യു, 2 തരത്തിലുള്ള 3 തരത്തിലുള്ള ഡെവലപ്മെന്റ് ബാങ്ക് ആണ് മെയിൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്നാമത്തത് എക്സ്പോർട്ട് ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ട്, രണ്ടാമത്തത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് വേണ്ടി, മൂന്നാമത്തത് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ബാങ്ക്സ്. സോ ദിസ് ഈസ് ദി സ്ട്രക്ചർ ഓഫ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. മൂവിങ് ഓൺ, ആ ബ്രോഡ് ക്ലാസിഫിക്കേഷനെ നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ, ഫസ്റ്റ് കംസ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1934 ആക്ട് പ്രകാരം 1935-ൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ദെൻ 1948-ൽ ഇത് റിസർവ് ബാങ്കിനെ ഇന്ത്യയുടെ അപ്പെക്സ് ബാങ്ക് ആക്കി മാറ്റുകയും മറ്റുള്ള എല്ലാ ബാങ്കുകളെയും റിസർവ് ബാങ്കിന്റെ പെർവ്യൂവിന്റെ കീഴിലാക്കി മാറ്റുകയും ചെയ്തു ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. സോ RBI is the supreme monetary and banking authority in India. ഇന്ത്യയിലെ മണി മാനേജ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടാലും അതേപോലെ തന്നെ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടാലും ഇന്ത്യയിലെ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ദെൻ ആൻഡ് ഹാസ് ദി റെസ്പോൺസിബിലിറ്റി ടു കൺട്രോൾ ദി ബാങ്കിങ് സിസ്റ്റം ഇൻ ദി കൺട്രി. സോ ആക്ച്വലി ഈ ബാങ്ക്സ് ഈ ഒരു കൺട്രോളിങ്ങിന് വേണ്ടി എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്ക്സും ദേ മസ്റ്റ് കീപ് സം റിസർവ് വിത്ത് RBI. RBIയിൽ കുറച്ച് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യണം. അത്തരത്തിലുള്ള റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഈ പേര് വന്നത്, റിസർവ് ബാങ്ക്. ഓക്കെ, ദെൻ പബ്ലിക് സെക്ടർ ബാങ്ക്സ്. രണ്ടാമത്തെ കാറ്റഗറിയിൽ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആണ് വരുന്നത്. പബ്ലിക് സെക്ടർ ബാങ്ക്സിനെ നമുക്ക് രണ്ടായിട്ട് മേജർലി ദേ ക്ലാസിഫൈഡ് ഇറ്റ് ഇൻടു 3. ഫസ്റ്റ് കാറ്റഗറിയിൽ നമുക്ക് പെടുത്താവുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഞാൻ പറഞ്ഞു ഇതൊരു നാഷണലൈസ്ഡ് കൺസെപ്റ്റ് തന്നെയാണ്, ഈവൻ ദോ ഗവൺമെന്റിന്റെ ബാങ്ക് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നു. അതുകൊണ്ടാണ് 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ കാറ്റഗറി പബ്ലിക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതിനുശേഷം രണ്ടാമത്തെ കാറ്റഗറിയിൽ, നേരത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് അസോസിയേറ്റ്സ് എന്നായിരുന്നു, ഇവൻ ദോ ഇന്നത്തെ കൺസെപ്റ്റ് വെച്ചിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാത്രമേ ഉള്ളൂ. ദെൻ അതേപോലെ നാഷണലൈസ്ഡ് ബാങ്ക്സ് ഉണ്ട്, 19 ഇൻ ടോട്ടൽ. Then there are some regional rural banks sponsored by public sector banks. ഈ പറഞ്ഞ പബ്ലിക് സെക്ടർ ബാങ്ക്സ് സ്പോൺസർ ചെയ്യുന്ന മേ ബി സ്റ്റേറ്റ് ബാങ്ക് ഓർ അതർ നാഷണലൈസ്ഡ് ബാങ്ക്സ്, ഈ ബാങ്കുകൾ ഓരോ റീജിയണൽ ഡെവലപ്മെന്റിന് വേണ്ടിയും ചില ബാങ്കുകളെ സ്പോൺസർ ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ബാങ്കുകളെയാണ് നമ്മൾ റീജിയണൽ റൂറൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. RRBs എന്ന് പറയും. റീജിയണൽ റൂറൽ ഏരിയയുടെ ഡെവലപ്മെന്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന റീജിയണൽ ബാങ്ക് ആണ് RRB. ഇവരെ സ്പോൺസർ ചെയ്യുന്നത് ഓരോ പബ്ലിക് സെക്ടർ ബാങ്കും സ്പോൺസർ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഓരോ പബ്ലിക് സെക്ടർ ബാങ്കിനുമാണ്. ഓക്കെ, സോ ചില കേസുകളിൽ നാഷണലൈസ്ഡ് ബാങ്ക്സ് ആയിരിക്കും ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്, ചില കേസുകളിൽ SBI ആയിരിക്കും ഡയറക്റ്റ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. ഡൗട്ട് പറയും.
ഒരു ഡൗട്ട് ഉണ്ട്, അത് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ഡൗട്ട് പറഞ്ഞോളൂ. RRBസിന് ഫണ്ട് ആവശ്യം വന്നാൽ ഈ സ്പോൺസർ ചെയ്ത ബാങ്കുകൾ കൊടുക്കുമോ അതോ RBI കൊടുക്കുമോ? RRBയുടെ സ്പോൺസർ എന്ന് പറയുന്നത് ആക്ച്വലി ഈ പറയുന്ന നാഷണലൈസ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആണ്. റീജിയണൽ റൂറൽ ബാങ്ക് വർക്ക് ചെയ്യുന്നത് ഇവരുടെ സപ്പോർട്ടോട് കൂടിയാണ്. സോ ബേസിക് ലെവൽ ഫണ്ടിങ് കൊടുക്കുന്നത് മൊത്തം ഇത്തരത്തിലുള്ള പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആയിരിക്കും. ബേസിക് ലെവൽ ഫണ്ടിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് ഒരു ലീഡ് ബാങ്ക് കൺസെപ്റ്റ് ഉണ്ട്. ലീഡ് ബാങ്ക് കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു റീജിയണിൽ, ആ റീജിയണിലെ ഏറ്റവും വലിയ ബാങ്ക് ഏതാണോ അതിനെയാണ് ലീഡ് ബാങ്ക് എന്ന് വിളിക്കുന്നത്. ഈ ലീഡ് ബാങ്ക് ആയിരിക്കും ആ റീജിയണിലെ റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിനെ സ്പോൺസർ ചെയ്യുന്നത് നോർമലി. സോ ഈ ലീഡ് ബാങ്ക് അതിന് വേണ്ട എക്സ്പെൻസുകൾ നോർമൽ കേസുകളിൽ മീറ്റ് ചെയ്യും. ഇൻ കേസ് ഇവരെ കൊണ്ട് താങ്ങാൻ പറ്റാവുന്നതിന് പുറത്താണെങ്കിൽ there will be RBI സപ്പോർട്ട്. അതാണ് കൺസെപ്റ്റ് വരുന്നത്. നോർമൽ കേസിൽ അവരുടെ ഫണ്ടിങ്ങും അവരുടെ ബേസിക് ലെവൽ സപ്പോർട്ടും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള നാഷണലൈസ്ഡ് ബാങ്ക്സ് ആണ്. they are also known as lead banks. Okay, yeah. Then private sector ബാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ there are old generation private sector banks 22 എണ്ണം ഇന്ത്യയിൽ നമുക്ക് കാണാം. അതേപോലെ ഫോറിൻ ന്യൂ ജനറേഷൻ പബ്ലിക് സെക്ടർ ബാങ്ക്സും ഉണ്ട്, ലൈക്ക് സിറ്റി ബാങ്ക് പോലുള്ള ബാങ്കുകൾ. Then there are some other banks, പ്രൈവറ്റ് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് പ്രൈവറ്റ് സെക്ടറിൽ പ്രൊമോട്ട് ചെയ്യപ്പെട്ട മറ്റു ചില ബാങ്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ ദിസ് ഇസ് ദി സ്ട്രക്ചർ ഓഫ് or this is the broad classification of banking sector in India. നമ്മളിവിടെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. RBI അത് അപെക്സ് ബാങ്ക് ആയിട്ട് ചെയ്യുന്നു, then public sector banks and then private sector banks. Then further classificationലേക്ക് പോയി കഴിഞ്ഞാൽ again cooperative banks, cooperative sector banks എന്ന് പറയും. cooperative banksലേക്ക് വന്നു കഴിഞ്ഞാൽ there are state cooperative bank, central cooperative bank, primary agricultural credit societies, land development banks, state land development banks. അതായത് ഇതെല്ലാം കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റോട് കൂടി വർക്ക് ചെയ്യുന്നവയാണ്. അത് സ്റ്റേറ്റ് ലെവലിലും ഉണ്ട്, സെൻട്രൽ ലെവലിലും ഉണ്ട്. ബേസിക് കോപ്പറേറ്റീവ് ബാങ്ക്സ് സ്റ്റേറ്റ് ലെവലിലും സെൻട്രൽ ലെവലിലും കാണാൻ പറ്റും. അതേപോലെ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് പ്രൈമറി ലെവലിൽ, അതായത് ലോക്കൽ ലെവലിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ് നാഷണൽ ലെവലിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ സ്റ്റേറ്റ് ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സും കാണാൻ പറ്റും. ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ കോപ്പറേറ്റീവ് സെക്ടർ ബാങ്ക്സ്. ദെൻ നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ബാങ്ക്സ് ആണ്. ഡെവലപ്മെന്റ് ബാങ്ക്സ് മോസ്റ്റ്ലി പ്രൊവൈഡ് ലോങ് ടൈം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ഇതാണ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്. ഇവരുടെ പർപ്പസ് എന്ന് പറയുന്നത് ലോങ് ടൈം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഈവൻ ദോ ദേ ഓൾസോ പ്രൊവൈഡ് ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇൻ കേസ് ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ആക്ടിവിറ്റീസ്. എക്സിമുമായിട്ട് ബന്ധപ്പെട്ട്, എക്സ്പോർട്ടും ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. മേജർ ആക്ട് എന്ന് പറയുന്നത് ഡെവലപ്മെന്റൽ ആണ്, മീൻസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പോലുള്ള ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടാണ്. സോ ദാറ്റ് അസിസ്റ്റൻസ് വിൽ ബി നോർമലി ഇൻ ഫോർ ലോങ് ടൈം പർപ്പസ് ഓൺലി. ദെൻ ഇതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ IFCA, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ദെൻ IDBI, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ദെൻ ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ IIBI, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SIDBI, അതേപോലെ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ദാറ്റ് ഈസ് NABARD, ആൻഡ് ഫൈനലി ദർ ആർ സം എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്സ് ഇൻ ഇന്ത്യ. എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ മാത്രമാണ് നോർമൽ കേസിൽ, അതായത് നോർമൽ കേസിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഡെവലപ്മെന്റ് ബാങ്ക്സ് ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതർവൈസ് നോർമൽ കേസിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ലോങ് ടൈം നേച്ചറിലുള്ളത് തന്നെയായിരിക്കും. എനി ഡൗട്ട്സ്? 5 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ RBI, പബ്ലിക് സെക്ടർ ബാങ്ക്സ്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, ഇതാണ് ഏറ്റവും ബേസിക് ക്ലാസിഫിക്കേഷൻ. Then there are some cooperative banks and development banks. Okay. Moving on. Next concept is that of commercial banks. Commercial banks കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് സാധാരണ
കസ്റ്റമേഴ്സുമായിട്ട് ലോക്കൽ പീപ്പിളുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റ് ചെയ്ത് വരുന്ന ടൈപ്പ് ഓഫ് ബാങ്കിങ് സെക്ടറാണ് കൊമേഴ്ഷ്യൽ ബാങ്കിങ്. So commercial banks comprising of public sector banks, foreign banks or private sector banks represent the most important financial intermediary in the Indian financial system. Total Indian financial system എടുത്താലും ഇന്ത്യയിലെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മേജർ റോൾ പ്ലേ ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. ബിക്കോസ് ഇവരാണ് ഏറ്റവും താഴേക്കിടയിൽ, അതായത് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. Then the changes in banking structure and control have resulted in wider geographical spread and a deeper penetration of rural areas, higher mobilization of deposits, reallocation of bank credit to priority activities, and lower operational autonomy for a bank management. So ഇന്നത്തെ ലെവലിൽ, ഇന്നത്തെ വേയിൽ ചിന്തിക്കുകയാണെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം, റൂറൽ ഏരിയയിൽ ഇത്തരത്തിലുള്ള റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്സ് റൂറൽ ഏരിയയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ വൈഡ് ജോഗ്രഫിക്കൽ സ്പ്രെഡ് നമുക്ക് കാണാൻ പറ്റും. പെനട്രേഷൻ ടു ലോക്കൽ ഏരിയാസ് ആസ് വെൽ, ഇന്ത്യയിലുള്ള എല്ലാ റീജിയനിലേക്കും ബാങ്കിങ് സെക്ടർ ഇറങ്ങിച്ചെല്ലുന്നുണ്ട്. അതേപോലെ ഹയർ മൊബിലൈസേഷൻ ഓഫ് ഡെപ്പോസിറ്റ്, നിലവിൽ ഡെപ്പോസിറ്റിന്റെ കൺസെപ്റ്റ് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതേപോലെ റിയലൊക്കേഷൻ ഓഫ് ബാങ്ക് ക്രെഡിറ്റ് ടു പ്രയോറിറ്റി ആക്ടിവിറ്റീസ്, അതായത് ബാങ്കിങ് അഗ്രികൾച്ചർ ക്രെഡിറ്റിനും അതേപോലെ പ്രയോറിറ്റി ആക്ടിവിറ്റീസിനും കൂടുതലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വിശ്വാസം. ദെൻ ഫൈനലി ലോവർ ഓപ്പറേഷണൽ ഓട്ടോണമി ഫോർ ബാങ്ക്. ഇന്നത്തെ കേസിൽ ബാങ്കിന് സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന കൺസെപ്റ്റ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് RBI ഓരോ ടൈമിലും അവരുടേതായ മോണിറ്ററി പോളിസി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബാങ്കിനെ റെഗുലേറ്റ് ചെയ്യും. ദർ വിൽ ബി ഇൻസ്ട്രക്ഷൻസ് ഫ്രം RBI. ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചുകൊണ്ട് മാത്രമേ ഇന്നത്തെ സിനാരിയോയിൽ ബാങ്ക്സിന് ആക്ട് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ അവരുടെ ഓപ്പറേഷണൽ ഓട്ടോണമി, സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള കൺസെപ്റ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സോ ഇന്നത്തെ സിറ്റുവേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ സിറ്റുവേഷൻ എടുക്കുമ്പോൾ കാണുന്ന ഡിഫറെന്റ് ഫീച്ചേഴ്സ്, ഇന്ത്യയിലെ ഇന്നത്തെ ബാങ്കിങ്ങിൽ നമ്മൾ കാണുന്ന ഡിഫറെന്റ് ഫീച്ചേഴ്സ് ആണ്. ഫസ്റ്റ്, വൈഡർ പെനട്രേഷൻ, കൂടുതൽ ഏരിയകളിൽ ബാങ്കിങ് സെക്ടറിൽ എത്തിക്കഴിഞ്ഞു. ദെൻ ഹയർ മൊബിലൈസേഷൻ ഓഫ് ഫണ്ട്സ്, എല്ലാവരുടെ ഫണ്ടും ബാങ്കുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഫണ്ട് മൊബിലൈസേഷൻ സേവിങ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇപ്പോൾ നടക്കുന്നുണ്ട്. ദെൻ ബാങ്ക് ക്രെഡിറ്റ് കൂടുതൽ പ്രയോറിറ്റി ഏരിയാസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. ആൻഡ് ഫൈനലി കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ ഓട്ടോണമി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ RBI ഡിസിഷൻസ് അനുസരിച്ച് മാത്രമാണ് ഇന്ന് കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ ആക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ദെൻ പബ്ലിക് സെക്ടർ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഡോമിനേറ്റ് the commercial banking scene in the country that we know, right? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉള്ള കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത് ഇന്ന് SBI ആണ്. ദിസ് ഇസ് എ പബ്ലിക് സെക്ടർ ബാങ്ക്. SBI ആണ് ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകൾ ഉള്ളത്. അത് ആക്ച്വലി ആഫ്റ്റർ ദി മെർജർ കഴിഞ്ഞപ്പോൾ SBIയും SBI അസോസിയേറ്റ്സും ഒന്നായതിനു ശേഷം ഒരുപാട് ബ്രാഞ്ചുകൾ ഇന്ത്യയുടെ എല്ലാ റീജിയനിലേക്കും SBIക്ക് ബ്രാഞ്ചുകളായി എല്ലാ ഏരിയയിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിൽ SBI വളർന്നു കഴിഞ്ഞു. സോ ഇന്ത്യയിലെ കൊമേഴ്ഷ്യൽ ബാങ്കുകളെ ഇന്ന് നയിക്കുന്നത് SBI ആണ്. സോ ഇറ്റ് ഈസ് ദി ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ റൈറ്റ് നൗ. സോ ഹോപ്പ് യു ക്യാൻ സീ ദിസ്. ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ് എടുത്തു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കിങ് ഈസ് ഓൾ അബൌട്ട് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി ആൻഡ് സം അലൈഡ് സർവീസസ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു ഡെപ്പോസിറ്റ്, ദെൻ ഫണ്ട് ലെൻഡ് ചെയ്യുന്നു, ലോൺ ആയിട്ട് ലെൻഡ് ചെയ്യുന്നു. അത് കൂടാതെ സം അഡീഷണൽ സർവീസസ്, സെക്കൻഡറി സർവീസസ് എന്ന് പറയും, അത്തരത്തിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഡെപ്പോസിറ്റുമായി ബന്ധപ്പെട്ട് there are basically two types of deposit that include demand deposit and term deposit. Demand deposit ൽ തന്നെ നമുക്ക് കറണ്ട് ഡെപ്പോസിറ്റ് കാണാം. കറണ്ട് ഡെപ്പോസിറ്റ് മീൻസ് എനി ടൈം എപ്പോൾ ഡിമാൻഡ് ചെയ്താലും വിഡ്രോ ചെയ്യാവുന്ന രീതിയിലുള്ള ഡെപ്പോസിറ്റുകളാണ്. ആൻഡ് ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ ബിസിനസ്മെൻ. അവരുടെ ഫണ്ട് എപ്പോഴും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റിനെയാണ് നമ്മൾ കറണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. നോർമലി കറണ്ട് ഡെപ്പോസിറ്റുമായി ബന്ധപ്പെട്ട് ബാങ്ക് ചാർജസ് കൂടുതലായിരിക്കും, ഇൻട്രസ്റ്റ് കുറവായിരിക്കും. രണ്ടാമത്തെ കാറ്റഗറി സേവിങ്സ് ഡെപ്പോസിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, സേവിങ്സ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നതിൽ വിഡ്രോ ചെയ്യുന്നതിൽ ലിമിറ്റ്സ് ഉണ്ട്. ഇത്ര എമൗണ്ട് വരെ മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ, ഇത്ര ടൈം വരെ മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കണ്ടീഷൻസ്
ഈ ഡെപ്പോസിറ്റുമായി ബന്ധപ്പെട്ടോ ഉണ്ടായിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ബി അവൈലബിൾ ഓൺ ഡിമാൻഡ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. സേവിങ്സ് ഡെപ്പോസിറ്റ് ആയാലും ഡിമാൻഡിൽ എപ്പോഴാണോ ഡിമാൻഡ് ചെയ്യുന്ന ആ ടൈമിൽ അവൈലബിൾ ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് ഈസ് ടേം ഡെപ്പോസിറ്റ്. ടേം ഡെപ്പോസിറ്റ് എടുക്കുകയാണെങ്കിൽ ദർ ആർ ടു ടൈപ്സ്. ഫസ്റ്റ് കാറ്റഗറി ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. നമ്മൾ ഒരു തവണ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിലൊരു ടൈം പീരീഡ് ഉണ്ടാവും. ആ മെച്യൂരിറ്റിക്ക് ശേഷമാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. ഇൻ കേസ് അതിന് മുമ്പ് നമ്മൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ദർ വിൽ ബി സം ചാർജസ്, അഡീഷണൽ ചാർജസ് നമ്മൾ ഇതിൽ നിന്നും അവർ ഇമ്പോസ് ചെയ്യും. അതർവൈസ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരു 5 ഇയേഴ്സിനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 5 ഇയേഴ്സ് കഴിയുമ്പോൾ നമുക്ക് ആഡിക്വേറ്റ് റിട്ടേൺ നമുക്ക് ലഭിക്കും. ഓക്കെ, സോ ഇൻട്രസ്റ്റ് ഹയർ ആയിരിക്കും. ദെൻ റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് സിമിലർ ടു ഫിക്സഡ് ഡെപ്പോസിറ്റ്, പക്ഷേ ഡെപ്പോസിറ്റ് നമ്മൾ നടത്തുന്നത് ഫ്രീക്വന്റ് ഇന്റർവെൽസിലായിരിക്കും. എല്ലാ മാസവും ഒരു 2000 രൂപ വെച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു 5 വർഷം. ഇത്തരത്തിലുള്ള ഡെപ്പോസിറ്റ്സിനെയാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. സോ ഇൻട്രസ്റ്റ് റിക്കറിംഗും ഫിക്സഡും എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ആൻഡ് നോർമൽ കേസിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിനായിരിക്കും ഹയർ. ചില കേസുകളിൽ നേരെ തിരിച്ചും വരാറുണ്ട്. ഇവൻ ദോ രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് പോകുന്നത്. എനി ഡൗട്ട്സ്? ഓക്കെ, സോ മെയിൻ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഫങ്ഷൻസ് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ഫംഗ്ഷനാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്, accepting of deposits. There are basically 4 types of deposit as we discussed earlier. This one, savings account deposit, savings deposit, current deposit, fixed deposit and recurring deposit. Basic deposits ആണ്. 4 തരത്തിലുള്ള basic deposits നമുക്ക് കാണാൻ പറ്റും. So fixed deposit is there, saving deposit is there, current deposit is there, and in addition to this there will be something called a recurring deposit as well. Okay, there are some other types too. Special categories of deposits ഉണ്ട്. ബേസിക് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 4 എണ്ണമാണ് കാണാൻ പറ്റുന്നത്. Then second, advancing of loan. ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം ലോൺ അഡ്വാൻസ് ചെയ്യുന്നു. ലോൺ അഡ്വാൻസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാഷ് ക്രെഡിറ്റ്, ഒരു ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ടൈം പീരീഡ് ലിമിറ്റഡ് ആയിരിക്കും. കുറച്ച് ടൈമിലേക്ക് ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ദെൻ കോൾ ലോൺസ് മീൻസ് ഒരു ഇമ്മീഡിയറ്റ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ ഒരു ടൈം പീരീഡ് വളരെ ഷോർട്ട് ആയിരിക്കും, ഷോർട്ട് ടൈമിനെക്കാളും 14 to 28 days അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ലോൺ ആണ് കോൾ മണി എന്ന് പറയും. ദെൻ ഓവർ ഡ്രാഫ്റ്റ് ഇസ് എ ഫെസിലിറ്റി ദാറ്റ് ഇസ് ഗിവൺ ടു കറന്റ് ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സ്. ബേസിക്കലി അതായത് അവരുടെ അക്കൗണ്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ എമൗണ്ട് വിഡ്രോ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ഓവർ ഡ്രാഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ബിൽ ഡിസ്കൗണ്ടിങ് മീൻസ് ഇൻ കേസ് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൈവശം ഉണ്ടെങ്കിൽ, അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒന്ന് പറയാവോ? വാട്ട് യു മീൻ ബൈ ബിൽ ഓഫ് എക്സ്ചേഞ്ച്? മറുപടി ഒന്നുമില്ലേ? ഓക്കെ, പ്രോമിസ് ഓഫ് പേയ്മെന്റ് ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ്. എക്സാക്ട്ലി, അതായത് എ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ ബിയോട് എഗ്രി ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് ആഫ്റ്റർ പർച്ചേസിങ് സംതിങ് ഫ്രം ബിയിൽ നിന്നും ഒരു പർച്ചേസ് നടത്തിയതിന്റെ ബേസിൽ കുറച്ച് എമൗണ്ട്, ഒരു ഫോർ എക്സാമ്പിൾ ഒരു 6,000 rupees എ ബിക്ക് കൊടുക്കാനുണ്ട്. ആ സിറ്റുവേഷനിൽ ഈ പേയ്മെന്റ് നടത്താൻ വേണ്ടി എ പറയുകയാണ് വിത്തിൻ 3 months, 3 മാസത്തിന് ശേഷം ഇന്ന തീയതി ഞാൻ ഈ പേയ്മെന്റ് ബിക്കോ ബി പറയുന്ന മറ്റൊരാൾക്കോ കൊടുക്കാൻ തയ്യാറാണ് എന്നൊരു ഇൻസ്ട്രുമെന്റ് പ്രകാരം എഴുതി കൊടുക്കുകയാണെങ്കിൽ ഈ ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ എഗ്രിമെന്റ്, ഇറ്റ്സ് ഇൻ റൈറ്റിംഗ് ആയിരിക്കണം. റൈറ്റിംഗിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. ഈ എഗ്രിമെന്റ് പ്രകാരം ഒരു ഇൻഡിവിജ്വൽ മറ്റൊരു ഇൻഡിവിജ്വലിന് കുറച്ച് എമൗണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ ആ എമൗണ്ട് ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ് തന്നുകൊള്ളാം എന്ന് എഴുതി സൈൻ ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റിനെയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. സോ ദർ വിൽ ബി എ മെച്യൂരിറ്റി ഡേറ്റ്. ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 months ശേഷമാണ് മെച്യൂരിറ്റി ഡേറ്റ് വരുന്നത്. ഇന്ന് June 1 ആണ്. ഇന്നാണ് എഗ്രിമെന്റ് എഴുതിയതെങ്കിൽ ജൂലൈ വരുന്നുണ്ട്, ഓഗസ്റ്റ്, സെപ്റ്റംബർ 1-ാം തീയതി ഇത് ഡ്യൂ ആണ്. ഓക്കെ, സോ നോർമൽ കേസിൽ ദർ വിൽ ബി സംതിങ് കോൾഡ് എ ലീസ് പീരീഡ്. അതാണ് 3 ദിവസം. സോ
സെപ്റ്റംബർ 1 ശേഷം 3 ദിവസവും കൂടി ആഡ് ചെയ്ത് സെപ്റ്റംബർ 4 തീയതിക്കുള്ളിൽ ഈ ഇൻഡിവിജ്വൽ എ എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ബിക്ക് ഈ എമൗണ്ട് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതാണ് കണ്ടീഷൻ. ഓക്കെ, സോ ഇൻ സച്ച് സിറ്റുവേഷൻസ് ഈ ഒരു ടൈം ഡിലേ, അതായത് ജൂൺ 1 തീയതി സൈൻ ചെയ്ത ബില്ലിന്റെ മെച്യൂരിറ്റി വരുന്നത് സെപ്റ്റംബർ 1 തീയതിയാണ്. സോ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ബിക്ക് എമൗണ്ട് ആവശ്യമായി വന്നാൽ, ഓക്കെ, ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു ടൈമിൽ ബിക്ക് എമൗണ്ട് ആവശ്യമായിട്ട് വരുവാണെങ്കിൽ ബി ക്യാൻ ഗോ ഡയറക്ട്ലി ടു എ ബാങ്ക്. ബാങ്കിൽ പോയിട്ട് ഈ ഇൻഡിവിജ്വലിന്റെ ആവശ്യം പറഞ്ഞുകൊണ്ട്, അതായത് ഈ പറയുന്ന ബില്ല് ബാങ്കിൽ സബ്മിറ്റ് ചെയ്തുകൊണ്ട് പറയുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 6,000 ആണെങ്കിൽ ആ 6,000 നിന്ന് ഒരു ബാങ്ക് ചാർജസ് ഉണ്ടാകും. ആ ബാങ്ക് ചാർജസ് കുറച്ചതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് ബാങ്ക് ബിക്ക് കൊടുക്കും. ഇതിനെയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദർ വിൽ ബി ബാങ്ക് ചാർജസ്, വിൽ ബി സംതിങ് കോൾഡ് ബാങ്ക് ചാർജസ്. ആ ബാങ്ക് ചാർജസ് കുറച്ചതിന് ശേഷം, ഫോർ എക്സാമ്പിൾ ബാങ്ക് ചാർജസ് എന്ന് പറയുന്നത് 100 രൂപയാണെങ്കിൽ ബാക്കി 5,900 രൂപ ബിയുടെ കയ്യിൽ നേരിട്ട് ബാങ്ക് കൊടുക്കും. ദിസ് ഈസ് കോൾഡ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഓക്കെ, ക്ലിയർ ആണോ പ്രോസസ്? ഓക്കെ, സോ ഇത്രയുമാണ് അഡ്വാൻസിങ് ഓഫ് ലോണുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ടത്. ക്യാഷ് ക്രെഡിറ്റ് വരുന്നുണ്ട്, കോൾ മണി വരുന്നുണ്ട്, ദെൻ ഓവർ ഡ്രാഫ്റ്റ് ആൻഡ് ബിൽസ് ഡിസ്കൗണ്ടിങ്. Next, in addition to these primary functions, banks also perform some additional functions as well. ഇതിനെയാണ് സെക്കൻഡറി ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സോ സെക്കൻഡറി ഫങ്ഷൻസ് രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് ഏജൻസി ഫങ്ഷൻസും രണ്ടാമത്തത് ജനറൽ യൂട്ടിലിറ്റി ഫങ്ഷൻസും. സോ ഏജൻസി ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ബാങ്ക്സ് വിൽ ബി ആക്ടിങ് ആസ് ആൻ ഏജന്റ് ഓഫ് ദി ക്ലയന്റ്. ക്ലയന്റിന്റെ ഒരു ഏജന്റ് ആയിട്ട് ബാങ്ക് ആക്ട് ചെയ്യും. ഓക്കെ, ബാങ്ക് ക്ലയന്റിന്റെ ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ട്, ക്ലയന്റിന് പകരം ബാങ്ക് ക്ലയന്റിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ആക്ട് ചെയ്യുന്നു. ഈ സിറ്റുവേഷൻസ് നോക്കുകയാണെങ്കിൽ there are different situations where bank acts as the client of the bank act as the agent of the client. അങ്ങനെ വരുന്ന ചില സിറ്റുവേഷൻസ് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് കളക്റ്റിംഗ് റിസീപ്റ്റ്സ്. ചില സമയങ്ങളിൽ ചില ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമർ ചില പേയ്മെന്റ് സ്ലിപ്പോ അതേപോലെ ചില പേയ്മെന്റ് റിസീപ്റ്റ്സോ കളക്ട് ചെയ്യുന്നത് ബാങ്ക് ആയിരിക്കും. സോ ഫോർ കളക്ടിങ് റിസീപ്റ്റ്സ്. രണ്ടാമതായിട്ട് ഫോർ മേക്കിംഗ് പേയ്മെന്റ്സ്. സോ ഫസ്റ്റ് കേസ് നമ്മൾ പറയുന്നത് ചില കേസുകളിലൊക്കെ ഈ ബില്ലടയ്ക്കാനും ബിൽ പേയ്മെന്റ് ഒക്കെ ബാങ്ക് വഴി നടത്താറുണ്ട്. സോ കസ്റ്റമറിന് വേണ്ടി ബിൽ കളക്ഷന് വേണ്ടി, സ്കൂൾ ബില്ലൊക്കെയാണ് നോർമൽ വരുന്നത്, ബിൽ കളക്ഷൻ ഒക്കെ ബാങ്ക് ആയിട്ട് നടത്താറുണ്ട്. ബാങ്ക് മേടിക്കും ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്. ഇതിനെയാണ് കളക്ടിങ് റിസീപ്റ്റ്സ് എന്ന് പറയുന്നത്. നോർമൽ കേസിൽ ബാങ്ക് ഡയറക്ട്ലി എമൗണ്ട് കളക്ട് ചെയ്യുന്നു. രണ്ടാമതായിട്ട് മേക്കിംഗ് പേയ്മെന്റ് ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമർ. ചില സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ഒക്കെ നമ്മൾ കാണാറില്ലേ? സ്റ്റാൻഡിങ് ഓർഡർ, എല്ലാ മാസവും ഇന്ന തീയതി എൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇത്ര എമൗണ്ട് നിങ്ങൾ പേ ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ ബാങ്കിന് കൊടുക്കുന്നതിനെയാണ് സ്റ്റാൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. ലൈക്ക് ഇപ്പോൾ നമ്മളൊരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നോർമലി വരുന്നത് 5 എല്ലാ മാസവും 5 തീയതി അല്ലെങ്കിൽ എല്ലാ മാസവും 2 തീയതി ഇന്ന എമൗണ്ട് നമ്മുടെ ബാങ്കിൽ നിന്ന് പോകും. അതിനുവേണ്ടി നമ്മളൊരു ചെക്ക് സൈൻ ചെയ്ത് കൊടുക്കാറാണ് പതിവ്. ഇതൊരു സ്റ്റാൻഡിങ് ഓർഡറാണ്, സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ടു ദി ബാങ്ക്. എല്ലാ മാസവും ഇന്ന സമയത്ത് ഈ എമൗണ്ട് ബാങ്ക് പേ ചെയ്യണം എന്ന തരത്തിലുള്ള ഒരു ഇൻസ്ട്രക്ഷനും നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതിനെയാണ് സ്റ്റാൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. സോ all these terms, bank is acting as a maker or maker of payments. പേയ്മെന്റ് മേക്ക് ചെയ്യാനുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിട്ട്, ഇന്റർമീഡിയറി ആയിട്ട് ബാങ്ക് ആക്ട് ചെയ്യുന്നു. അടുത്തതായി ബൈ ആൻഡ് സെൽ സെക്യൂരിറ്റീസ്. ക്ലയന്റിന് വേണ്ടി ഷെയർ മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് മേടിക്കുക, വിൽക്കുക, ഇതും ബാങ്ക് ഏറ്റെടുത്ത് ചെയ്യാറുണ്ട്. ആൻഡ് ഫൈനലി ബാങ്ക് ഓൾസോ ആക്ട്സ് ആസ് എ ട്രസ്റ്റി ആയിട്ടും ബാങ്ക് ആക്ട് ചെയ്യാറുണ്ട്. സോ ദിസ് ആർ ദി ഏജൻസി ഫങ്ഷൻസ് പെർഫോംഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. നെക്സ്റ്റ് ജനറൽ യൂട്ടിലിറ്റി ഫങ്ഷൻസ് നോക്കുകയാണെങ്കിൽ, ജനറൽ യൂട്ടിലിറ്റി കോമൺ ബെനിഫിറ്റിന് വേണ്ടിയുള്ള ജനറൽ പർപ്പസ്. അങ്ങനെ നോക്കുമ്പോൾ ഒന്നാമത്തത് ഇഷ്യൂയിങ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ടു ക്രെഡിറ്റ് ഓർ ട്രാവലേഴ്സ് ചെക്ക്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന ഡെപ്പോസിറ്റ്, ഇത്രയും എമൗണ്ട് എൻ്റെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് LOC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്താലുള്ള ബെനിഫിറ്റ്, നോർമലി നമ്മൾ ഫോറിനിൽ നിന്ന്
പർച്ചേസ് ചെയ്യുമ്പോൾ, ഫോറിൻ വെൻഡേഴ്സിൽ നിന്ന് നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്കൊരു ഗ്യാരണ്ടി വേണ്ടി വരും. ആ ഗ്യാരണ്ടി ആയിട്ട് ബാങ്ക് ആക്ട് ചെയ്യും ബൈ ഷോയിങ് എ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ആ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു പേയ്മെന്റ് നടത്താനുള്ള എമൗണ്ട് ഞാൻ ഈ ബാങ്കിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, സോ ഇത്രയും എമൗണ്ട് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലുണ്ട് എന്നുള്ളതിന് പ്രൂഫാണ്. ആ പ്രൂഫ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കും. അതിനെയാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. 2, അക്സെപ്റ്റിംഗ് ട്രാവലേഴ്സ് ചെക്ക്. ട്രാവലേഴ്സ് ചെക്ക് എന്ന് പറയുമ്പോൾ അത് ഓൺ ബാങ്കിന്റെ ആയിരിക്കില്ല, മറ്റു ബാങ്കുകളുടെ ചെക്കുകൾ അക്സെപ്റ്റ് ചെയ്യും. ദെൻ അതേപോലെ അണ്ടർ റൈറ്റിംഗ് ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. അണ്ടർ റൈറ്റിംഗ് എന്താണ്? അണ്ടർ റൈറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പുതുതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഈ ഷെയർസ് ഓപ്പൺ മാർക്കറ്റിൽ നമുക്ക് വേണ്ടി വിൽക്കാൻ വേണ്ടി, അതായത് കമ്പനിക്ക് വേണ്ടി വിറ്റ് തരാം എന്നുള്ളൊരു എഗ്രിമെന്റ് ആണ് അണ്ടർ റൈറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് പ്രകാരം ക്ലയന്റ് എന്ന് പറയുന്ന കമ്പനിയാണ്, കമ്പനിയുടെ ഷെയർസ് മാർക്കറ്റിൽ വിൽക്കുന്ന ഡ്യൂട്ടി ബാങ്കിനായിരിക്കും. ഇതാണ് അണ്ടർ റൈറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അണ്ടർ റൈറ്റിംഗ് ക്യാൻ ഹാപ്പൻ ഇൻ കേസ് ഓഫ് ഷെയർസ് ആസ് വെൽ ആസ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സ് അണ്ടർ റൈറ്റ് ചെയ്യാറുണ്ട്, ഷെയർസും അണ്ടർ റൈറ്റ് ചെയ്യാറുണ്ട്. ദെൻ സേഫ് കസ്റ്റഡി ഓഫ് വാല്യൂബിൾസ്. ലോക്കർ ഫെസിലിറ്റി പോലുള്ളത് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് വാല്യൂബിൾ ഐറ്റംസ് ബാങ്കിൽ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. അതേപോലെ പ്രൊവൈഡിങ് ATM ആൻഡ് ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റീസ്. ATM കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇതൊക്കെ ജനറൽ യൂട്ടിലിറ്റിയാണ്. ആൻഡ് ഫൈനലി പ്രൊവൈഡിങ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ. ക്രെഡിറ്റ് വെർത്തിനെസ് നമുക്ക് ഒരു ഇൻഡിവിജ്വലിനെ അറിയാൻ വേണ്ടി ക്രെഡിറ്റ് ഇൻഫർമേഷനും ബാങ്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ 3 മാസത്തെ 4 മാസത്തെ ബാങ്ക് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പല കേസുകളിലും പറയാറില്ലേ, അത് ഉദ്ദേശിക്കുന്നത് ഇതാണ്, ക്രെഡിറ്റ് ഇൻഫർമേഷൻ. ഇൻഡിവിജ്വലിന് ക്രെഡിറ്റ് വെർത്തിനെസ് ഉള്ള ആളാണോ, റീപേയിങ് എബിലിറ്റി ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഈ പറയുന്ന ക്രെഡിറ്റ് ഇൻഫർമേഷൻ മതിയാവും. So these are the different functions performed by commercial banks. Any doubts? Clear on? Okay. So moving on, next topic is that of commercial banks. കഴിഞ്ഞാൽ അടുത്തത് cooperative banks ആണ്. Cooperative banks കൊണ്ട് ഉദ്ദേശിക്കുന്നത് these banks play a vital role in mobilizing savings and stimulating agricultural investment. So basically നമ്മൾ കോപ്പറേറ്റീവ് ബാങ്ക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നതും കോപ്പറേറ്റീവ് ബാങ്ക്സ് പ്രൊമോട്ട് ചെയ്യുന്നതും അഗ്രികൾച്ചറും പ്രൈമറി സെക്ടറിനെയുമാണ്. സോ ഒരു അഗ്രികൾച്ചർ ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോട്ട് ചെയ്യുന്നതിൽ ഒരു മേജർ പ്ലെയർ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. Cooperative credit institutions account for the second largest proportion of around 45% of total institutional credit. ഇന്ത്യയിൽ ടോട്ടൽ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റിൽ, അതായത് ബാങ്കും മറ്റു ഓർഗനൈസേഷൻസും കൂടി ചേർന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ക്രെഡിറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 45% വരെ പ്രൊവൈഡ് ചെയ്യുന്നത് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. സോ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കഴിഞ്ഞാൽ ഏറ്റവും മേജർ കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. Then the cooperative sector is very much useful for rural people. The cooperative banking sector can be divided into, so as I said, ഇത് നോർമലി വില്ലേജ് ലെവൽ അല്ലെങ്കിൽ റൂറൽ ലെവലിൽ ആക്ട് ചെയ്യുന്ന ഒരു ബോഡിയാണ്. പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് പ്രൈമറി സെക്ടറിന്റെ, അതായത് അഗ്രികൾച്ചർ ആൻഡ് അതർ അലൈഡ് ആക്ടിവിറ്റീസിന്റെ പ്രൊമോഷന് വേണ്ടിയുള്ള ലോൺ ഫെസിലിറ്റി, ഫിനാൻഷ്യൽ സപ്പോർട്ട്, ഇൻവെസ്റ്റ്മെന്റ് മൊബിലൈസേഷൻ തുടങ്ങിയവ ചെയ്യുകയാണ്. ഓക്കെ, ആൻഡ് ദിസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു state cooperative banks, central cooperative banks, and primary agricultural credit societies. So this is the basic classification of commercial banks. Next type is development banks. Commercial banks കഴിഞ്ഞാൽ അടുത്ത കാറ്റഗറി ഡെവലപ്മെന്റ് ബാങ്ക്സ് ആണ്. സോ ഡെവലപ്മെന്റ് ബാങ്കിനെ ഒന്ന് ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ, is a banking financial institution concerned with providing all types of financial assistance to business units. നമ്മൾ നേരത്തെ കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ കേസിൽ പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ബേസിക് പർപ്പസ് ടു സപ്പോർട്ട് ബിസിനസ് യൂണിറ്റ്. ബിസിനസ് യൂണിറ്റിന് വേണ്ട ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. അവിടെ എല്ലാ തരത്തിലുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസും ലോങ് ടൈം ആവാം, ഷോർട്ട് ടൈം ആകാം, അതേപോലുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവരെന്തോ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രൈമറി അജണ്ട എന്ന് പറയുന്നത് ലോങ് ടൈം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. ദെൻ in the form of loans, underwriting, investment and guarantee operations and promotional activities. So basic level ബിസിനസ്സിന് വേണ്ട എല്ലാ ആക്ടിവിറ്റീസും, എല്ലാ സപ്പോർട്ടും, ബാങ്കിന്റെ സപ്പോർട്ടും, ലൈക്ക്
ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ ലോങ് ടൈമും ഷോർട്ട് ടൈമും ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അണ്ടർ റൈറ്റിംഗ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്, ലൈക്ക് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഇൻ ജനറൽ, ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസും ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം ചെയ്യുന്നത് ബിസിനസ് യൂണിറ്റിലാണെങ്കിൽ അത്തരത്തിലുള്ള ബാങ്കുകളെയാണ് നമ്മൾ ഡെവലപ്മെന്റ് ബാങ്ക്സ് എന്ന് പറയുന്നത്. സോ എ ഡെവലപ്മെന്റ് ബാങ്ക് ഈസ് ബേസിക്കലി എ lending institution, term lending institution, that we already said, right? Long term lending ആണ് ഉദ്ദേശിക്കുന്നത്. ടേം ലെൻഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ലോങ് ടൈം ലെൻഡിങ്. അത്തരത്തിലുള്ള ലോങ് ടൈം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഡെവലപ്മെന്റ് ബാങ്ക്. Industrial Finance Corporation of India is the first development bank that was established in 1949. ഇന്ത്യയിലെ ആദ്യത്തെ ഡെവലപ്മെന്റ് ബാങ്ക് Industrial Finance Corporation of India, IFCA. Then after that there were many other entities like IDBI, IFCA, SIDBI പോലുള്ള other institutionsഉം ഡെവലപ്മെന്റ് ബാങ്കിലേക്ക് മുന്നോട്ട് വന്നിട്ടുണ്ട്. സോ ഇത്രയുമാണ് ഡെവലപ്മെന്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ടത്. ഡെവലപ്മെന്റ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റി ബിസിനസ് യൂണിറ്റ്സിനും അവരുടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന് വേണ്ട സപ്പോർട്ടാണ് ബേസിക്കലി പ്രൊവൈഡ് ചെയ്യുന്നത്. Then there are some agricultural development banks as well. അതുകൊണ്ട് സോ ഡെവലപ്മെന്റ് ബാങ്കിനെ ജസ്റ്റ് ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ നിലനിർത്തരുത്. ഇതിനകത്ത് ഇതിന്റെ പാർട്ട് ആയിട്ട് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റും വരുന്നുണ്ട്. Then functions of development banks. So first function is fostering industrial growth. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് വേണ്ടി ആക്ട് ചെയ്യുക. രണ്ടാമതായിട്ട് പ്രൊവൈഡിങ് ലോങ് ടൈം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ആസ് വി സെഡ്, ഷോർട്ട് ടൈം അല്ല അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ലോങ് ടൈം ആണ്. ദെൻ പ്രൊമോട്ടിങ് ബാലൻസ്ഡ് ഡെവലപ്മെന്റ്. എല്ലാ റീജിയണിലും ഡെവലപ്മെന്റ് വരുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യുക. ഒരു സസ്റ്റൈനബിൾ ഗ്രോത്ത് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. ദെൻ പ്രൊവൈഡിങ് പ്രൊമോഷണൽ സർവീസസ്. ഇൻഡസ്ട്രീസിന് അവരുടേതായ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് സപ്പോർട്ട് ചെയ്യുക. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി ആക്ട് ചെയ്യുക. ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്. ആൻഡ് ഫൈനലി സോഷ്യോ ഇക്കണോമിക് ഒബ്ജക്റ്റീവ്സ്. ഇത് കൂടാതെ സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ആക്ടിവിറ്റീസും ഏറ്റെടുത്ത് ചെയ്യാറുണ്ട് ഡെവലപ്മെന്റ് ബാങ്ക്സ്. സോ ഇന്ത്യയിലെ ഡെവലപ്മെന്റ് ബാങ്ക്സിനെ വീണ്ടും നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ലൈക്ക് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക്സ്, അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ബാങ്ക്സ്, ഇമ്പോർട്ട് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് ബാങ്ക്സ്, ആൻഡ് ഫൈനലി ഹൗസിംഗ് ഡെവലപ്മെന്റ് ബോർഡ്സ്. ഹൗസിംഗ് ഡെവലപ്മെന്റ് ബാങ്ക് എന്നറിയപ്പെടും. സോ ഡെവലപ്മെന്റ് ബാങ്ക്സ് ഇൻ ഇന്ത്യ ക്യാൻ ബി ഫർദർ ക്ലാസിഫൈഡ് ഇൻടു 1. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക്. ഇതിന്റെ കീഴിൽ നമുക്ക് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെ പെടുത്താം. IDBI വരും. സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ആയിട്ടുള്ള SDBI വരും. SIDBI വരും. ഇതെല്ലാം സിഡ്ബി, IDBI, IFCA ഇതെല്ലാം ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് വേണ്ടി ആക്ട് ചെയ്യുന്ന ബാങ്ക്സ് ആണ്. അഗ്രികൾച്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ഡെവലപ്മെന്റ് ബാങ്ക് ആണ് NABARD. ദിസ് വൺ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ us. അതിനുശേഷം എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രൊമോഷന് വേണ്ടി എക്സിം ബാങ്ക്സ് ആക്ട് ചെയ്യുന്നു. ആൻഡ് ഫൈനലി ഹൗസിംഗ് ഡെവലപ്മെന്റിന് വേണ്ടി NHB, നാഷണൽ ഹൗസിംഗ് ബോർഡ്. ഓക്കെ. Then next category is investment banks. Investment banks കൊണ്ട് ഉദ്ദേശിക്കുന്നത് these are financial intermediaries that acquire the saving of people and direct these funds into the business enterprise seeking capital for the acquisition of plant and equipment and for holding inventories and for holding inventories. Okay, doubt പറയും. റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പെടുത്തണം. ബിക്കോസ് റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ ടു NABARD. നമ്മൾ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്നൊക്കെ പറയുന്നത് പോലെ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പാർട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ പെടുത്താം. പക്ഷേ RRB ഒരു സെപ്പറേറ്റ് ഡിവിഷൻ ആയിട്ടാണ് നോർമലി നിൽക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ചാർട്ടിൽ ഈ ഡെവലപ്മെന്റ് ബാങ്ക്സിൽ ഒരു സെപ്പറേറ്റ് ഡിവിഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ക്രെഡിറ്റിനകത്ത് എല്ലായിടത്തും, അതായത് ബിക്കോസ് ദീസ് ആർ സപ്പോർട്ടഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പലയിടത്തും പെടുത്താം. ഒരു സെപ്പറേറ്റ് ഹെഡ് എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്താൽ മതി റീജിയണൽ റൂറൽ ബാങ്ക്സിനെ. Okay, moving on.
ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ദീസ് ആർ ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ്. അതായത് സാധാരണ ആളുകളുടെ കയ്യിൽ നിന്നുള്ള എമൗണ്ട് ഡൈവേഴ്സ് ചെയ്തുകൊണ്ട്, എമൗണ്ട് പിരിച്ചെടുത്തുകൊണ്ട് അവയെ ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, so like they will be acting like a, I mean they are intending to create a pool of money. ഈ പൂൾ ഓഫ് മണി ക്യാപിറ്റൽ സീക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രീസിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക് പർപ്പസ്. സോ പീപ്പിളിന്റെ സേവിങ്സ്, ആ പീപ്പിളിന്റെ സേവിങ്സ് കളക്ട് ചെയ്തുകൊണ്ട് ഈ സേവിങ്സിനെ മറ്റൊരു കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റുക. ഇതാണ് നോർമൽ കേസിൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് ചെയ്യുന്നത്. സോ ഫിനാൻഷ്യൽ ഇന്റർമീഡിയറ്റ്സ് ദാറ്റ് അക്വയർ ദി സേവിങ്സ് ഓഫ് പീപ്പിൾ and direct these funds into the business enterprise seeking capital for the acquisition of plant and equipments and for holding inventories അല്ലെങ്കിൽ പ്ലാന്റ്, ഇതെല്ലാം അവരുടെ ക്യാപിറ്റൽ സീക്ക് ചെയ്യുന്ന എന്റർപ്രൈസസിന് സാധാരണക്കാരുടെ ഫണ്ട് കളക്ട് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന ഒരു ഡ്യൂട്ടി. ഓക്കെ, സോ ഇവിടെ ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റ് അവർ സ്വീകരിക്കുന്നു. ഈ ഡെപ്പോസിറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് കമ്പനികൾക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നു. കമ്പനികൾക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് ലോങ് ടൈം നേച്ചറിലായിരിക്കും ഫോർ അക്യൂറിങ് ദെയർ ക്യാപിറ്റൽ അസറ്റ്സ്. സോ അത്തരത്തിലുള്ള കമ്പനീസ്, അത്തരത്തിലുള്ള ബാങ്കിങ് ബിസിനസ്സിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് എന്ന് പറയുന്നത്. സോ ഫീച്ചേഴ്സ് ആയിട്ട് നോക്കാവുന്നത്, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ലോങ് ടൈം ഫിനാൻസിങ്. ബിക്കോസ് സാധാരണക്കാരുടെ കയ്യിൽ നിന്നും, അതായത് സാധാരണ ഇൻഡിവിജ്വൽസിന്റെ സേവിങ്സ് കളക്ട് ചെയ്തുകൊണ്ട് അവരുടെ ഈ സേവിങ്സിനെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റുകയാണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് ചെയ്യുന്നത്. സോ ഇതൊരു ലോങ് ടൈം ഫിനാൻസിങ് ആണ്. ദെൻ മോർ സെക്യൂർഡ് ആണ്. ബിക്കോസ് ഇവിടെ സംഭവിക്കുന്നത് ഈ ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കമ്പനീസ് റീപേ ചെയ്യുന്നത് റിസ്ക് കുറവുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് ദേ വിൽ ഗെറ്റ് സഫീഷ്യന്റ് റിട്ടേൺ. ആൻഡ് ഒരു മെർക്കൻഡൈസർ എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ. മെർക്കൻഡൈസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് someone who buys or sells something for some other person. മറ്റൊരു ഇൻഡിവിജ്വലിന് വേണ്ടി ബൈയിങ്ങും സെല്ലിങ്ങും ഏറ്റെടുത്ത് ചെയ്യുന്ന ഇന്റർമീഡിയറിയാണ് നോർമലി മെർക്കൻഡൈസർ എന്ന് പറയുന്നത്. സോ ആ രീതിയിലും ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ സെക്യൂരിറ്റി മിഡിൽമെൻ ആയിട്ട്, ഒരു ഇന്റർമീഡിയറി ആയിട്ട്, ദെൻ ഒരു ഇൻഷുറർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു അണ്ടർ റൈറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സിന്റെ ഡിഫറെന്റ് ഫങ്ഷൻസ് ആണ്. ബേസിക്കലി അവർ ചെയ്യുന്നത് സേവിങ്സ് ഡെപ്പോസിറ്റുകൾ സ്വീകരിച്ചുകൊണ്ട്, സേവിങ്സ് ഡെപ്പോസിറ്റ് എന്ന് പറയാൻ പറ്റില്ല, സേവിങ്സിനെ മൊബിലൈസ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ഇതാണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സിന്റെ ബേസിക് ഫംഗ്ഷൻ. ദെൻ അവരുടെ അഡീഷണൽ ഫംഗ്ഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഫോർമേഷൻ വരുന്നുണ്ട്. ബിക്കോസ് ക്യാപിറ്റൽ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അണ്ടർ റൈറ്റിംഗ് വരുന്നുണ്ട്, പർച്ചേസ് ഓഫ് സെക്യൂരിറ്റി, സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റി, അഡ്വൈസറി സർവീസസ്, ആക്ടിങ് ആസ് എ ഡീലർ. ഇതെല്ലാം ഒരു മെർച്ചന്റ് ബാങ്കർ എന്ന് പറയുന്ന രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് ആക്ട് ചെയ്യാറുണ്ട്. സോ മെർച്ചന്റ് ബാങ്കർ ഞാനിപ്പോൾ തന്നെ പറഞ്ഞു. സോ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ എന്ന് പറയുന്ന കൺസെപ്റ്റും മെർച്ചന്റ് ബാങ്കറും തമ്മിൽ ചെറിയ ചെറിയ ഡീവിയേഷൻസ് മാത്രമേ വരുന്നുള്ളൂ. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ ആണെങ്കിൽ ബേസിക് അജണ്ട ക്യാപിറ്റൽ ഫോർമേഷൻ ആണ്, അതോടൊപ്പം തന്നെ അലൈഡ് ആക്ടിവിറ്റീസും ഏറ്റെടുത്ത് ചെയ്യുന്നു. മെർച്ചന്റ് ബാങ്കർ ആണെങ്കിൽ ദേ പ്രൊവൈഡ് വൈഡ് റേഞ്ച് ഓഫ് സർവീസസ് സച്ച് ആസ് മാനേജ്മെന്റ് ഓഫ് കസ്റ്റമേഴ്സ് സെക്യൂരിറ്റീസ്, കസ്റ്റമേഴ്സിന്റെ സെക്യൂരിറ്റി മാനേജ് ചെയ്യുന്നു, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ചെയ്യുന്നു, കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു, ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇങ്ങനെ ഡിഫറെന്റ് ഫങ്ഷൻസ്, സ്പോൺസറിങ്, ലോൺ സിൻഡിക്കേഷൻ, സർവീസിംഗ് ഓഫ് ഇഷ്യൂസ്, ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ഏറ്റെടുത്ത് ചെയ്യുക, ലോൺ എങ്ങനെ എടുക്കണം, ലോൺ എങ്ങനെ പ്രൊവൈഡ് ചെയ്യണം, അതെങ്ങനെ പല പൂളിൽ നിന്നും കളക്ട് ചെയ്യാം തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് മീൻസ് ഷെയർ മാനേജ്മെന്റ്, അറേഞ്ചിങ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, ഹെൽപ്സ് ഇൻ മെർജർ ആൻഡ് അക്വിസിഷൻ. ഒരു ലോങ് ടൈം, ഒരു ബ്രോഡ് പെർവ്യൂ ഉള്ള, ആക്ച്വലി ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ ചെയ്യുന്നതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് മെർച്ചന്റ് ബാങ്കർ ചെയ്യുന്നത്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ ചെയ്യുന്നത് ഡയറക്ട്ലി ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും കൂടുതൽ ഏരിയകൾ, അതായത് അത് മാത്രമല്ല സേവിങ്സ്, ഓരോ കസ്റ്റമറുടെയും, കസ്റ്റമർ എന്ന് ഉദ്ദേശിക്കുന്ന കമ്പനീസ് ആണ്, കമ്പനീസിന്റെ ഷെയർ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുക, ലോൺ സിൻഡിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഡെറ്റ് സർവീസുമായി ബന്ധപ്പെട്ട്, പോർട്ട്ഫോളിയോ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട്, ദെൻ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട്, അങ്ങനെ തുടങ്ങിയ ഒരു കമ്പനിക്ക് വേണ്ട എല്ലാ അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇന്റർമീഡിയറീസിനെയാണ് മെർച്ചന്റ് ബാങ്കർ നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് മെർച്ചന്റ് ബാങ്കർ. ഇത്രയും ടൈപ്സ് ഓർത്തേക്കുക. ദിസ് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. നമ്മൾ പറഞ്ഞു മെർച്ചന്റ് ബാങ്കർ എന്താന്ന്, അതിനു മുമ്പ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിനെ പറ്റി പറഞ്ഞു. ദെൻ
development banks, cooperative banks, commercial banks. Any doubts? Okay, fine. സോ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഡിഫറെൻറ്റ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ലിസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. മൂവിങ് ഓൺ. പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിലും ഒരു ലിസ്റ്റ് തരുന്നുണ്ട്. ദെൻ ലിസ്റ്റ് ഓഫ് ഫോറിൻ ബാങ്ക്സ് വർക്കിംഗ് ഇൻ ഇന്ത്യ, സിറ്റി ബാങ്ക് പോലുള്ള. ബിക്കോസ് സംടൈംസ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫോറിൻ ബാങ്ക്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഫോറിൻ ബാങ്ക്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. സോ ബേസിക് ഐഡിയ ഇന്ത്യൻ ബാങ്ക്സിനെയും ഫോറിൻ ബാങ്ക്സിനെയും പറ്റി ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയാണ് ഞാനിത് ഷെയർ ചെയ്യും, നിങ്ങളൊന്ന് നോക്കിയിരിക്കണം. ദെൻ നെക്സ്റ്റ് ഈസ് അബൌട്ട് RBI. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ അപ്പെക്സ് ബാങ്ക് ആണ്. സോ വാട്ട് ആർ ദി റോൾസ് പ്ലേ ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? ഇതാണ് നമ്മുടെ അടുത്ത ഡിസ്കഷൻ. ആദ്യമായിട്ട് RBI ആക്ട്സ് ആസ് ദി ബാങ്കേഴ്സ് ബാങ്ക്, മീൻസ് ബാങ്കിന്റെ അപ്പെക്സ് ബാങ്ക്, ബാങ്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ബാങ്ക് എന്നുള്ള രീതിയിൽ RBI ആക്ട് ചെയ്യുന്നുണ്ട്. So Reserve Bank of India is a central bank of India that was created in April 1, 1935 in accordance with the provisions of Reserve Bank of India Act 1934. അന്ന് തൊട്ട് it has been headquartered at Mumbai. Then though originally privately owned, RBI has been fully owned by the government after the nationalization in 1949. So basically ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ RBI ക്രിയേറ്റ് ചെയ്തതിന്റെ കാര്യമൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. RBI ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് 1935 ഏപ്രിൽ 1 മുതലാണ്. 1934 RBI ആക്ട് പ്രകാരമാണ് RBI ക്രിയേറ്റ് ചെയ്തത്. ദെൻ ഇൻസെപ്ഷൻ കഴിഞ്ഞത് തൊട്ട് RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിൽ തന്നെയാണ്. ദെൻ ഫൈനലി 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയതിനു ശേഷം RBI നാഷണലൈസ് ചെയ്യുകയും RBI ഗവൺമെന്റ് ബാങ്കായി മാറുകയും ചെയ്തു. ദെൻ RBI is governed by a central board that is headed by ഗവർണർ. ഗവർണർ ഹെഡ് ചെയ്യുന്ന ഒരു സെൻട്രൽ ബോർഡ്, അവരാണ് RBIയുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അപ്പോയിന്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ്. RBI has 22 regional offices across India. The Reserve Bank of India was set up on the recommendation of the Hilton Young Commission. So just to note the Hilton Young Commission recommendations പ്രകാരമാണ് RBI ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിലവിൽ 22 റീജിയണൽ ഓഫീസസ് ഇന്ത്യയിൽ RBIക്ക് ഉണ്ട്. സോ ഹിൽട്ടൺ യങ് കമ്മീഷൻ ഇവരുടെ റെക്കമെൻഡേഷൻ പ്രകാരം ആണ് RBI ക്രിയേറ്റ് ചെയ്തത്. സോ RBIയുടെ ഡിഫറെന്റ് റോൾസ് നോക്കാം. മോണിറ്ററി മാനേജർ എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യുന്നു. ബാങ്കർ ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഫിനാൻഷ്യൽ സിസ്റ്റം മാനേജർ, ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജർ, കറൻസി മാനേജർ, പേയ്മെന്റ് സിസ്റ്റം മാനേജ് ചെയ്യുന്നു, ആൻഡ് ഫൈനലി ബാങ്കർ ടു ദി bank. So these all are the roles played by RBI. RBIയുടെ different roles ഇതെല്ലാമാണ്. Before moving further, let me ask you one question. Okay, who creates monetary policy of India? Who creates monetary policy of India? RBI. Let me give you some options. First option RBI. Second option RBI and its committee. Third option Monetary Policy Committee. Fourth option RBI along with Finance Minister. Which one is right? Let me repeat. First option is RBI. Second option RBI along with Finance Minister. Third option RBI and its board. Fourth option Monetary Policy Committee. RBI and its committee. RBI alone. Okay, so you need to know something. 2016
മോണിറ്ററി പോളിസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു അഡീഷണൽ ബോഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ അഡീഷണൽ ബോഡിയാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി. ഓക്കെ, മോണിറ്ററി പോളിസി കമ്മിറ്റി ഈസ് എ പാർട്ട് ഓഫ് RBI. റിസർവ് ബാങ്ക് ഗവർണർ ഉൾപ്പെടുന്ന ഒരു ടീമാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്നത്. ഇന്ന് 2015 വരെ നിങ്ങൾ പറയുന്നത് ശരിയാണ്, RBI ആണ് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. സോ ഇന്ന് ഡിസിഷൻ എടുക്കുന്നത് മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ്, വിച്ച് ഇസ് എ പാർട്ട് ഓഫ് RBI. RBI എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ലെങ്കിൽ മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ RBI ഉണ്ട്, മോണിറ്ററി പോളിസി കമ്മിറ്റിയും അതിനകത്ത് വരുന്നുണ്ടെങ്കിൽ മോണിറ്ററി പോളിസി കമ്മിറ്റി തന്നെയാണ് റൈറ്റ് ആൻസർ. ഓക്കെ, മോണിറ്ററി പോളിസി കമ്മിറ്റി ആബ്സെന്റ് ആണെങ്കിൽ മാത്രമേ RBI റൈറ്റ് ആൻസർ ആയിട്ട് വരൂ. ക്ലിയർ ആണല്ലോ? ജസ്റ്റ് അറിയാൻ വേണ്ടി അതിനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കണം. ഫിസിക്കൽ പോളിസീസ് മാനേജ്ഡ് ബൈ ഗവൺമെന്റ്, വെറസ് മോണിറ്ററി പോളിസീസ് മാനേജ്ഡ് ബൈ RBI എന്നാണ് നമ്മൾ പലതവണയായിട്ട് പഠിച്ചിട്ടുള്ളത്. അത് ആക്ച്വലി RBIയുടെ ഒരു കമ്മിറ്റിയാണ് ഇന്ന് മാനേജ് ചെയ്യുന്നത്. ആ കമ്മിറ്റിയുടെ പേരാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി. ഓക്കെ, മൂവിങ് ഓൺ. മോണിറ്ററി അതോറിറ്റി, RBIയുടെ മറ്റൊരു ഫംഗ്ഷൻ മോണിറ്ററി അതോറിറ്റി. ഇറ്റ് ഫോർമുലേറ്റ്സ്, ഇംപ്ലിമെന്റ്സ് ആൻഡ് മോണിറ്റർ ദി മോണിറ്ററി പോളിസി ഓഫ് ഇന്ത്യ ആസ് വി സെഡ്. ഇവരാണ്, അതായത് RBI ഫോർമുലേറ്റ് എന്നല്ല, RBIയുടെ ഒരു കമ്മിറ്റിയാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി. ദിസ് ഈസ് ഫോംഡ് ബൈ RBI ഇറ്റ്സെൽഫ്. ഇവരാണ് മോണിറ്ററി പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഫോർമുലേറ്റ് ചെയ്യുന്നത്, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അത് മോണിറ്റർ ചെയ്യുന്നു. മോണിറ്ററി പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ലൈക്ക് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് തിങ്? എന്തിനു വേണ്ടിയാണ് മോണിറ്ററി പോളിസി ക്രിയേറ്റ് ചെയ്യുന്നത്? ഈ ആൻസർ പറഞ്ഞാൽ മതി. ടു കൺട്രോൾ cash flow control. Yeah, exactly. So to control cash flow, or to control credit, or to control currency circulation, all these are true. ഇന്ത്യയിലുള്ള കറൻസി സർക്കുലേഷനെ കൺട്രോൾ ചെയ്യുക. ബൈ ദാറ്റ് നമുക്ക് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഡിഫ്ലേഷൻ പോലുള്ള സിറ്റുവേഷൻസിൽ കൺട്രിയെ മോണിറ്ററി സിസ്റ്റത്തെ പിടിച്ചു നിർത്തുക. അതിനു വേണ്ടിയാണ് നമ്മൾ മോണിറ്ററി പോളിസി ഇഷ്യൂ ചെയ്യുന്നത്. സോ ഈ മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ട് വരുന്നത് CRR, SLR പോലുള്ള കാര്യങ്ങൾ, അത് നമ്മൾ ഇക്കോണമിയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ബാങ്കിങ്ങിനേക്കാൾ കൂടുതലായിട്ട് ഇക്കണോമിക്സിനകത്തായിരിക്കും അത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുക. സോ CRR, SLR, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൂൾസ് ഉണ്ട്. മോറൽ സുവേഷൻ, അങ്ങനെ ഡയറക്റ്റ് ആക്ഷൻ, ലൈക്ക് ദിസ്. സോ ഈ ഓരോ ടൂളുകളും റിസർവ് ബാങ്ക് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കറൻസി കൺട്രോൾ ചെയ്യുന്നു എന്ന് തീരുമാനിക്കുന്നത് മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ്, വിച്ച് ഇസ് എ പാർട്ട് ഓഫ് RBI themselves. So they are the monetary authority. They decides how to form monetary policy and they controls and implements the monetary policy in our country. Then the main objective is maintaining price stability. Price stability കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇൻഫ്ലേഷനോ ഡിഫ്ലേഷനോ ഇല്ലാത്തൊരു സിറ്റുവേഷൻ, പ്രൈസ് സ്റ്റേബിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. Ensuring adequate flow of currency, flow of credit and production services. So let me ask you one more question. എന്താണ് ഇൻഫ്ലേഷൻ, എന്താണ് ഡിഫ്ലേഷൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും നിലവിൽ. വിച്ച് വൺ ഈസ് ബെറ്റർ? ഇൻഫ്ലേഷൻ ആണോ ഡിഫ്ലേഷൻ ആണോ അതോ സീറോ ഇൻഫ്ലേഷൻ ആണോ? ഏതാണ് ബെറ്റർ സിറ്റുവേഷൻ? ഒന്ന് പറയൂ. Is it inflation, deflation or zero inflation? Inflation, zero inflation. ആരും ഡീഫ്ലേഷൻ സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലേ? ഫൈൻ. സോ എനിവേ, ഡീഫ്ലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ മോശമായിട്ടുള്ള സിറ്റുവേഷൻ. ദാറ്റ് മീൻസ് നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറയുന്നു. നമുക്ക് കഴിഞ്ഞ വർഷം സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഇരുന്നതിനേക്കാൾ കുറച്ച് കാശ് സ്പെൻഡ് ചെയ്താൽ മതി എന്ന് തോന്നാം. പക്ഷെ സംഭവിക്കുന്നത് കറൻസി വാല്യൂ ഡീഫ്ലേഷൻ ടൈമിൽ കുറയുകയാണ്. ഓക്കെ, ഡിമാൻഡ് കുറയുന്നു, കറൻസി വാല്യൂ കുറയുന്നു. ദാറ്റ് ഈസ് നോട്ട് ഫേവറബിൾ. ദെൻ സീറോ ഇൻഫ്ലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വൺ സെക്കൻഡ്, കണക്ഷൻ ഒന്ന് ഡിസ്കണക്ട് ആയിട്ടുണ്ട്. ഓക്കെ, റോൾ ഓഫ് RBI അല്ലേ പറഞ്ഞത്? RBIയുടെ ഡിഫറെൻറ്റ് റോൾ നോക്കുവാണെങ്കിൽ ദിസ് വിൽ ബി ഇനഫ്. ഒരു മോണിറ്ററി മാനേജർ, മോണിറ്ററി പോളിസി, ഇന്ത്യയിലെ മോണിറ്ററി സിസ്റ്റം മൊത്തമായിട്ട് മാനേജ് ചെയ്യുന്ന പാർട്ടി
അപ്പെക്സ് കൺട്രോളർ ആയിട്ടാണ് RBI ഈ കേസിൽ ആക്ട് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് ദേ വിൽ ആക്ട് ആസ് ദി ബാങ്കർ ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ബാങ്കർ എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യുന്നു. മൂന്നാമതായിട്ട് ബാങ്കർ ടു ബാങ്ക്സ്, ഡിഫറെന്റ് ബാങ്ക്സിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക, അവരുടെ റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ RBI ഏറ്റെടുത്ത് ചെയ്യുന്നു. ദെൻ ഒരു പേയ്മെന്റ് സിസ്റ്റം, ഇന്ത്യയിലെ മൊത്തം പേയ്മെന്റ് സിസ്റ്റത്തിന്റെയും കൺട്രോളറാണ്. മീൻസ് ഓൺലൈൻ പേയ്മെന്റ് ആയാലും ഇൻഡയറക്ട് പേയ്മെന്റ് ആയാലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെയും കൺട്രോളർ എന്നുള്ള രീതിയിൽ RBI ആയിരിക്കും ആക്ട് ചെയ്യുക. ദെൻ ഫിനാൻഷ്യൽ സിസ്റ്റം മാനേജർ, ഇന്ത്യയിലെ മൊത്തം ഫിനാൻഷ്യൽ സിസ്റ്റം മാനേജ് ചെയ്യുന്ന RBI ആണ്. ദെൻ ഫോറിൻ എക്സ്ചേഞ്ച്, ഫോറക്സ് മാനേജറായിട്ട് ആക്ട് ചെയ്യുന്നു. ദെൻ ഇന്ത്യൻ കറൻസി സിസ്റ്റത്തിന്റെ മാനേജർ. ഇതെല്ലാമാണ് RBIയുടെ ഡിഫറെന്റ് റോൾസ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞത് ഫങ്ഷൻസ് ഓഫ് RBI ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, ഡിഫറെന്റ് റോൾസ് തന്നെ. സോ ഒരു മോണിറ്ററി അതോറിറ്റി എന്നുള്ള രീതിയിൽ RBI ആക്ട് ചെയ്യുന്നുണ്ട്, ഫോർമുലേറ്റ് ചെയ്യുന്നു മോണിറ്ററി പോളിസി. സോ അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറഞ്ഞപ്പോഴാണ് നെറ്റ് ഇഷ്യൂ വന്നത്. സോ നിങ്ങളോട് ഞാൻ ചോദിച്ചത് ഏതാണ് ബെറ്റർ എന്നാണ്. ഇതിവിടെ 3 സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1 ഇൻഫ്ലേഷൻ, 2 സീറോ ഇൻഫ്ലേഷൻ, 3 ഡിഫ്ലേഷൻ. ഡിഫ്ലേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഇക്കോണമിയെ തകർത്ത് കളയും. ഡിഫ്ലേഷൻ ഒരിക്കലും നമുക്ക് ഫേവറബിൾ അല്ല, ഇക്കോണമി തകർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഇൻഫ്ലേഷൻ ആണെങ്കിൽ, ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറയുകയാണ്. ഓക്കെ, നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we will be able to purchase even though നമുക്ക് കുറച്ചും കൂടി എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം നമ്മളുടെ ഇക്കോണമി ഗ്രോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം ഇക്കോണമി ഗ്രോ ചെയ്തു എന്നാണ് ആക്ച്വലി ഇൻഫ്ലേഷൻ കാണിക്കുന്നത്. ഇൻഫ്ലേഷൻ അപ് ടു എ സർട്ടൻ പെർസെൻറ്റേജ് ഈസ് ഫേവറബിൾ. ഒരു അപ് ടു 4% ഇൻഫ്ലേഷൻ ആണ് ഇക്കോണമി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഫേവറബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഡീഫ്ലേഷൻ സംഭവിക്കുമ്പോൾ നമ്മളുടെ ഡിമാൻഡ് കൂടുന്നു, അതിനനുസരിച്ച് പ്രൊഡക്ഷൻ കിട്ടുന്നില്ല. അത് നമ്മൾ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ വാല്യൂവിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് സപ്ലൈ കിട്ടാത്ത സിറ്റുവേഷനെയാണ് ഡീഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താ ഡീഫ്ലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ് ഇൻ ജനറൽ പ്രൈസ് ലെവൽ കൂടുവാണ്. ഓക്കെ, പ്രൈസ് ലെവൽ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ കയ്യിൽ മേടിക്കാനുള്ള പവർ ഉണ്ട്. സാധനങ്ങൾക്ക് വില കൂടാനുള്ള കാരണം കൂടുതലായിട്ട് ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്. കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യുമ്പോൾ സാധനങ്ങൾക്ക് വില കൂടുന്നു. ദിസ് ഈസ് കോൾഡ് ഇൻഫ്ലേഷൻ. ജസ്റ്റ് ഓപ്പോസിറ്റ് സിറ്റുവേഷൻ ആലോചിച്ച് നോക്കുക. സാധനങ്ങൾക്ക് വില കുറയുന്നത് നോർമലി ആളുകളുടെ കയ്യിൽ മേടിക്കാൻ വേണ്ടിയുള്ള പൈസ ഇല്ലാത്തത് കൊണ്ടാണ്. സോ പർച്ചേസിങ് പവർ എന്ന് പറയുന്ന ഫാക്ടർ അല്ല അവിടെ വരുന്നത്. ഓക്കെ, പർച്ചേസ് ചെയ്യാനുള്ള കറൻസി അവൈലബിൾ അല്ല, ആളുകളുടെ കയ്യിൽ പൈസ ഇല്ല. ഓക്കെ, പൈസ ഇല്ലെങ്കിൽ ഡിമാൻഡ് കുറയുന്നു. ഡിമാൻഡ് കുറയുമ്പോൾ സംഭവിക്കുന്നത് ഡീഫ്ലേഷൻ ആണ്. ഡിമാൻഡ് കൂടുമ്പോൾ സംഭവിക്കുന്നത് ഇൻഫ്ലേഷൻ ആണ്. ഓക്കെ, സോ പർച്ചേസിംഗ് പവർ എടുത്ത് നോക്കുകയാണെങ്കിൽ കറൻസിയുടെ പർച്ചേസിംഗ് പവർ കൂടുന്നു എന്ന് പറയുന്നത് നോർമലി ഡീഫ്ലേഷൻ ടൈമിലാണ്. പക്ഷെ കറൻസി അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഇൻ ദാറ്റ് കേസ് ബെറ്റർ എന്ന് പറയുന്നത് എപ്പോഴും ഇൻഫ്ലേഷൻ ആണ്. സീറോ ഇൻഫ്ലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വർഷം ഇക്കോണമി എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് ഈ വർഷവും ഇരിക്കുന്നത്. സോ ഒരു ഡെവലപ്മെന്റും ഹാപ്പൻ ചെയ്തിട്ടില്ല എന്നാണ് സീറോ ഇൻഫ്ലേഷന്റെ അർത്ഥം. ദാറ്റ് ഈസ് ഓൾസോ നോട്ട് ഫേവറബിൾ. സോ സാധാരണഗതിയിൽ ഒരു ഇക്കോണമി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരു നോർമൽ ലെവൽ ഇൻഫ്ലേഷൻ ഉണ്ടായിരിക്കണം. ആ നോർമൽ ലെവൽ എന്ന് പറയുന്നത് 3 to 4% വരെ ഉള്ള ഇൻഫ്ലേഷനെയാണ് നമ്മൾ നോർമൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അലോവബിൾ. ഈ ഇൻഫ്ലേഷൻ വീണ്ടും കൂടിക്കഴിഞ്ഞാൽ പിന്നീട് പിടിച്ചു നിർത്താൻ വരാത്ത സിറ്റുവേഷനിലേക്ക് പോകും. ഓക്കെ, സോ നെക്സ്റ്റ് ഫങ്ഷൻ RBI ആസ് ദി റെഗുലേറ്റർ ആൻഡ് സൂപ്പർവൈസർ ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം. ഇന്ത്യയിലെ ടോട്ടൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ റെഗുലേറ്റർ, സൂപ്പർവൈസർ ആയിട്ട് RBI ആക്ട് ചെയ്യുന്നു. So it prescribes the broad parameters of banking system within which countries' banking and financial operations function. ഇന്ത്യയിലെ മൊത്തം ബാങ്കിങ് സിസ്റ്റത്തിന് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് അതിന്റെ ബേസിക് പാരാമീറ്റേഴ്സ് എല്ലാം ഡിസൈഡ് ചെയ്യുന്ന അതോറിറ്റി ആയിട്ട് RBI ആക്ട് ചെയ്യും. ഓക്കെ, സോ ബേസിക് ഒബ്ജക്റ്റീവ് അവിടെ വരുന്നത് മെയിൻറ്റെയിൻ പബ്ലിക് കോൺഫിഡൻസ് ഇൻ ദി ഫിനാൻഷ്യൽ സിസ്റ്റം. ഇന്ത്യയിലുള്ള ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ പബ്ലിക്കിന്റെ കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, അതേപോലെ ഈ ഡെപ്പോസിറ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക, കോസ്റ്റ് എഫക്റ്റീവ് മാനറിൽ ബാങ്കിങ് സർവീസസ് എല്ലാ ഇൻഡിവിജ്വലിലേക്കും എത്തിക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും റെഗുലേറ്റർ
ആൻഡ് സൂപ്പർവൈസർ ഓഫ് ഇന്ത്യൻ ഫിനാൻസ് സിസ്റ്റം എന്നുള്ള നിലയിൽ RBI ചെയ്യുന്നുണ്ട്. സോ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് തേർഡ് ഫംഗ്ഷൻ ആയിട്ട് പറയാം റെഗുലേറ്റർ ആൻഡ് സൂപ്പർവൈസർ ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. സോ 3 ഫംഗ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ ബേസിക് ഫംഗ്ഷൻ ആയിട്ട് പറഞ്ഞത് ബാങ്കേഴ്സ് ബാങ്ക്. RBI ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കുകളുടെയും അപ്പെക്സ് അതോറിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്നു. ബൈ ദാറ്റ് ഉദ്ദേശിക്കുന്നത് ഒരു റിസർവ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് RBI സപ്പോർട്ടോട് കൂടിയാണ് ബാക്കിയുള്ള എല്ലാ ബാങ്കുകളും വർക്ക് ചെയ്യുന്നത്. RBIയുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചുകൊണ്ടാണ്. അതേപോലെ തന്നെ RBIയുടെ ഭാഗത്തു നിന്നും ഇവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. ഓക്കെ. ദെൻ മോണിറ്ററി അതോറിറ്റി എന്ന് നമ്മൾ പറഞ്ഞു. മോണിറ്ററി പോളിസി ഡിസൈഡ് ചെയ്യുന്നതും ക്രാഫ്റ്റ് ചെയ്യുന്നതും അത് കൺട്രോൾ ചെയ്യുന്നതും എല്ലാം RBI ആണ്. മൂന്നാമതായിട്ട് ദേ ആർ ദി റെഗുലേറ്റർ ആൻഡ് സൂപ്പർവൈസർ ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. നാലാമത്തെ ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ മാനേജർ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് കൺട്രോൾ. സോ ഇന്ത്യയിൽ 1999 പാസ്സാക്കിയ ആക്ട് ആണ് FEMA ആക്ട്. ബിഫോർ ദാറ്റ് ദെയർ വാസ് എ FERA. മൈറ്റ് ബി നോ അബൌട്ട് ഇറ്റ്. ആദ്യത്തെ ആക്ട് എന്ന് പറയുന്നത് FERA ആയിരുന്നു, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേറ്ററി ആക്ട്. ഈ ആക്ട് പാസ്സാക്കുന്നത് ഈ വേർഡ് കണ്ടാൽ തന്നെ ആലോചിച്ച് നോക്കുക. റെഗുലേഷൻ മീൻസ് ഡ്യൂറിങ് ലൈസൻസ് രാജ് പീരീഡ്. Okay, initially we were regulating everything, but after 1991 ഈ റെഗുലേഷൻ വേർഡ് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നു. പകരം ഒരു ജസ്റ്റ് മാനേജ്മെന്റ് ആണ് വരുന്നത്. അതുകൊണ്ട് 1999 പുതിയ ന്യൂ ഇക്കണോമിക് പോളിസി പാസ്സാക്കിയതിനു ശേഷം അഡോപ്റ്റ് ചെയ്തതാണ് FEMA ആക്ട്. ബിഫോർ ദാറ്റ് there was a FERA. FERA റെഗുലേഷൻ ആണെങ്കിൽ FEMA എന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ആണ്. ഓക്കെ. സോ ഇറ്റ് മാനേജസ് ദി ഫോറിൻ എക്സ്ചേഞ്ച് ത്രൂ Foreign Exchange Management Act of 1999. Main objective is to facilitate external trade and payment and also promote orderly development and maintenance of foreign exchange market in India. ഇന്ത്യയിൽ ഫോറിൻ എക്സ്ചേഞ്ച് ഫോറക്സ് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുക, ഫോറിൻ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്റ്റേണൽ ട്രേഡുമായി ബന്ധപ്പെട്ട് പേയ്മെന്റ് ആൻഡ് റിസീപ്റ്റ് സിസ്റ്റം നേരായ രീതിയിൽ നടത്തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഇന്ത്യയിലെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യലും തുടങ്ങിയ നിരവധി ഫംഗ്ഷൻസ് ആണ് ഫോറിൻ എക്സ്ചേഞ്ച് കൺട്രോളർ എന്നുള്ള രീതിയിൽ RBI ആക്ട് ചെയ്യുന്നത്. സോ ഇതിനു വേണ്ടിയുള്ള ആക്ട് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ഓഫ് 1999. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. മൂവിങ് ഓൺ, നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് ദി RBI is acting as the issuer of currency issuer എന്നുള്ള രീതിയിൽ RBI ആക്ട് ചെയ്യുമ്പോൾ ബേസിക്കലി ഓൾമോസ്റ്റ് എല്ലാ കറൻസികളും എക്സെപ്റ്റ് 1 rupee coin or note that is issued by RBI. So issues and exchanges or destroys currency and coins not fit for circulation. സർക്കുലേഷനിലുള്ള കറൻസികൾ ഇഷ്യൂ ചെയ്യുക, അതേപോലെ സർക്കുലേഷനിൽ പറ്റാത്ത കറൻസികൾ ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളത് RBIയുടെ ഉത്തരവാദിത്തമാണ്. സോ 1 rupee നോട്ട്സും 1 rupee കോയിൻസും വരുമ്പോൾ അത് ഇഷ്യൂ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻഷ്യൽ അഫയേഴ്സ് ആണ്. ഇവിടെ ബാക്കിയുള്ള എല്ലാ കറൻസിയും ഇഷ്യൂ ചെയ്യുന്നത് RBI ആണ്. ഒബ്ജക്റ്റീവ് ടു ഗീവ് ദി പബ്ലിക് adequate quality of supplies of currency notes and coins and in good quality. So sufficient ആയിട്ടുള്ള കറൻസി നോട്ട്സ് സർക്കുലേഷനിൽ ഉണ്ട് എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് RBIയുടെ ഇഷ്യൂർ ഓഫ് കറൻസി എന്നുള്ള നിലയിലുള്ള ബേസിക് ഡ്യൂട്ടി. ഓക്കെ. ഇന്ത്യയിലുള്ള മോണിറ്ററി സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നു. ആ മോണിറ്ററി സിസ്റ്റത്തിലേക്കുള്ള കറൻസി ഇൻജെക്ട് ചെയ്യുന്നതും അതേപോലെ വിഡ്രോ ചെയ്യുന്നതും RBI തന്നെയാണ്. Then next function is developmental role played by RBI. ഇതെടുക്കുമ്പോൾ it performs a wide range of promotional functions to support national objectives. രാജ്യത്തിന് വേണ്ടി പല രീതിയിലുള്ള പ്രൊമോഷണൽ ഫംഗ്ഷൻസും RBI ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. in order to facilitate development. അത് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് ആകാം, സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റ് ആകാം. ഇതിനൊക്കെ വേണ്ടിയുള്ള പല ആക്ടിവിറ്റീസും അത് ഓരോ ആക്ടിവിറ്റി ആയിട്ടാണ് RBI ഏറ്റെടുത്ത് ചെയ്യാറുണ്ട്. ഇതെല്ലാം RBIയുടെ ഡെവലപ്മെന്റൽ ഫംഗ്ഷന്റെ പാർട്ടാണ്. നെക്സ്റ്റ് there are some related functions such as banker to the government. ഇതൊരു RBIയുടെ ബേസിക് ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ പറയാം, എന്നാലും ഇവന്തു ഡയറക്റ്റ് അല്ല, റിലേറ്റഡ് ഫംഗ്ഷൻ ആണ്. ബാങ്കർ, ഗവൺമെന്റിന്റെ ബാങ്കർ ആയിട്ട് RBI ആക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ബാങ്കർ ടു ബാങ്ക്സ്, മറ്റു ബാങ്കുകളുടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ they are the owner and operator of depository and exchange of the government bonds. ഗവൺമെന്റ് ഡെപ്പോസിറ്ററിയും ഗവൺമെന്റ് ബോണ്ടും. ഓക്കെ. ഗവൺമെന്റിന്റെ ഡെപ്പോസിറ്റ്സും അത് കൂടാതെ ഡെപ്പോസിറ്ററി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കളക്ഷൻ ആണ്. ദെൻ അതേപോലെ ഗവൺമെന്റ് ബോണ്ട്സും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇഷ്യൂ ചെയ്യുന്നതും RBI വഴിയാണ്.
ട്രഷറി ബിൽസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത് RBI അതോറിറ്റി ആയിട്ടാണ്. Then there are some supervisory functions such as in addition to the traditional central functions, Reserve Bank has some non-monetary functions of the nature of supervision of banks and promotion of a sound banking system in India. So ഇന്ത്യയിലെ sound banking system promote ചെയ്യാൻ വേണ്ടി directly ഉള്ള functions കൂടാതെ there are some additional supervisory functions. അത് proper വർക്കിങ്ങിന് വേണ്ടി RBI ഏറ്റെടുത്ത് ചെയ്യുന്ന some സൂപ്പർവൈസറി ഫങ്ഷൻസ് ആണ്. അതിൽ നമുക്ക് പറയാവുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയതിന് ശേഷം ഇന്ത്യയിലുള്ള കൊമേഴ്ഷ്യൽ കോപ്പറേറ്റീവ് ആൻഡ് അതർ ബാങ്ക്സ് ഇതിൻ്റെ ബ്രാഞ്ച് എക്സ്പാൻഷനും അതേപോലെ എസ്റ്റാബ്ലിഷ്മെൻറ്റും ലിക്വിഡിറ്റി ദെൻ അതിൻ്റെ ഡിഫറെൻറ്റ് മാനേജ്മെൻറ്റ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സൂപ്പർവൈസറി പവർ RBIക്കുണ്ട്. ഓക്കെ, സോ ഇവരെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് അത് എൻക്വയറി ചെയ്യാം. NPA എത്രയാണ്, നോൺ പെർഫോമിംഗ് അസറ്റിൻ്റെ അക്കൗണ്ട് കൂടുകയാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സൂപ്പർവൈസ് ചെയ്യാനുള്ള അധികാരം RBIക്കുണ്ട്. സോ ലിക്വിഡിറ്റി ചെക്ക് ചെയ്യുക, അമാൽഗമേഷൻ്റെ പോളിസീസ് ചെക്ക് ചെയ്യുക, റീകൺസ്ട്രക്ഷൻ ചെക്ക് ചെയ്യുക, RBI ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തോന്ന് ചെക്ക് ചെയ്യുക തുടങ്ങിയിട്ടുള്ള എല്ലാ പവേഴ്സും RBIയുടെ സൂപ്പർവൈസറി പവറിൻ്റെ പാർട്ടാണ്. Then RBI also performs some promotional functions like RBI Bank, Reserve Bank now performs a variety of developmental and promotional functions such as banking habit promote ചെയ്യുക, then rural and semi urban areasലേക്ക് കൂടി ബാങ്കിങ് ഫെസിലിറ്റീസ് എത്തിക്കുക ആൻഡ് എസ്റ്റാബ്ലിഷ് ന്യൂ സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഏജൻസീസ്. അങ്ങനെ ഒരുപാട് റോൾസ്, ഇതെല്ലാം പ്രൊമോഷണൽ ഫങ്ഷൻസ് ആണ്. അതായത് ബേസിക് തിങ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ബാങ്കിങ് ഹാബിറ്റ് പ്രൊമോട്ട് ചെയ്യുക, അതേപോലെ റൂറൽ ഏരിയയിൽ റൂറൽ ബാങ്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുക, റൂറൽ ഏരിയയിൽ ബാങ്ക്സ് ഓപ്പൺ ചെയ്യുക, ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുക, ATM ഫെസിലിറ്റി ഓപ്പൺ ചെയ്യുക തുടങ്ങിയിട്ടുള്ള അഡീഷണൽ കാര്യങ്ങൾ ബാങ്കിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് RBI ഏറ്റെടുത്ത് ചെയ്യാറുണ്ട്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് എക്സാമ്പിൾസ് തരുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് RBIയുടെ ഫങ്ഷൻസുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ടത്. എനി ഡൗട്ട്സ്? ഏതെങ്കിലും ഫങ്ഷനിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെ, ഓക്കെ, പ്രൊഡക്ട്സ് ആൻഡ് ഫങ്ഷൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ പറഞ്ഞത് RBIയെ പറ്റിയും ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സിനെ പറ്റിയുമാണ്. ഓക്കെ, നെക്സ്റ്റ് ലെക്ചറിൽ നമ്മൾ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസും അങ്ങനെ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു 2 hour സെഷൻ കൊണ്ട് നമുക്ക് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ ടോപ്പിക്സും തീർക്കാൻ പറ്റും. ഞാനൊരു ഹാഫ് ആൻ അവർ എയർലി നിർത്തുവാണ്. സോ എനി ഡൗട്ട്സ് ഫ്രം ടുഡേയ്സ് ഡിസ്കഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. ഇല്ല? ഓക്കെ, താങ്ക് യു വെരി മച്ച്.